വെൽക്കം ടു ഈസി സിവിൽ ഫോർ യു. ഇന്ന് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിന്റെ 5th വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ കനാൽ ഹെഡ് വർക്ക്സും റിവർ ട്രെയിനിങ് വർക്ക്സും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലാസ്സസ് എടുക്കുമ്പോൾ തന്നെ കുറേ MCQs ഇതിൽ ഇടുന്നുണ്ട് ഞാൻ, പക്ഷേ പലരും മോർ MCQs ചെയ്യുമോ, ഇതിൽ ക്ലാസ്സസിൽ ഇൻക്ലൂഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിൻ്റെ ലെങ്ത് കൂടുന്നത് കാരണം ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോൾ ഇപ്പോൾ RCCയും ഇറിഗേഷൻ എഞ്ചിനീയറിംഗും ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രണ്ടും ഫിനിഷ് ആവാറായി. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിഞ്ഞ സബ്ജക്ട്സിൽ മോർ MCQ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇപ്പോൾ ക്ലാസ്സസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് MCQs മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ 5th വീഡിയോ കനാൽ ഹെഡ് വർക്ക്സ്, റിവർ ട്രെയിനിങ് വർക്ക്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ടോപ്പിക്കാണ് കനാൽ ഹെഡ് വർക്ക്. എന്താണ് കനാൽ ഹെഡ് വർക്ക്സ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഹൈഡ്രോളിക് സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് അക്രോസ് എ റിവർ ആൻഡ് സപ്ലൈസ് വാട്ടർ ടു ദ ഓഫ് ടേക്കിംഗ് കനാൽ. ഹൈഡ്രോളിക് സ്ട്രക്ചർ, ഇങ്ങനെ ഒരു റിവർ പോവുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ഇത് അപ്സ്ട്രീം സൈഡ്, ഇത് ഡൗൺ സ്ട്രീം സൈഡ്, ഒരു റിവർ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ ഈ റിവറിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ റിവറിനെ സ്റ്റോപ്പ് ചെയ്ത് ഒരു ഹെഡ് ഇൻക്രീസ് അവിടെ ഉണ്ടാവാൻ, ഈ ഒരു ഭാഗത്ത് ഹെഡ് ഇൻക്രീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് റിവറിന് അക്രോസ് നമ്മൾ കൊടുക്കുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ കനാൽ ഹെഡ് വർക്ക്സ് എന്ന് പറയുന്നത്. ഇത് either നമുക്ക് ഇവിടെ വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ട് കൊടുക്കാം, അത് ഡാംസ് എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓഫ് ടേക്കിംഗ് കനാൽസിലേക്ക് വെള്ളം കൊടുക്കാൻ, റിവറിൻ്റെ ഹെഡ് ഇൻക്രീസ് ചെയ്തിട്ട് ഓഫ് ടേക്കിംഗ് കനാൽസിലേക്ക് either ദിസ് സൈഡ് ഓർ ദിസ് സൈഡ് ഓഫ് ടേക്കിംഗ് കനാൽസിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ കനാൽ ഹെഡ് വർക്ക്സ് എന്ന് പറയുക. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് അറ്റ് ദി ഹെഡ് ഓഫ് ദി കനാൽ. It ensures regulated continuous supply of silt-free water with a certain minimum head into the canal. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു റിവർ ഒഴുകുമ്പോൾ അതിന് അക്രോസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ വന്നിട്ട് വെള്ളം അക്യുമുലേറ്റ് ചെയ്ത് അവിടെ ഒരു ഹെഡ് ഇൻക്രീസ് ഉണ്ടാവും വാട്ടറിൻ്റെ. അങ്ങനെ ഒരു ഇൻക്രീസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ സിൽറ്റ് ഫ്രീ, അതുപോലെ ഇവിടുന്ന് നമ്മൾ ഓഫ് ടേക്കിംഗ് കനാൽസ് കൊടുക്കുമ്പോൾ ഇതിലേക്ക് സിൽറ്റ് ഫ്രീ, അതുപോലെ ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വാട്ടർ വിത്ത് എ മിനിമം ഹെഡ്, എപ്പോഴും ഒരു മിനിമം ഹെഡ് എൻഷുർ ചെയ്തുകൊണ്ട് ആ കനാലിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടുന്ന അക്രോസ് റിവർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ആണ് കനാൽ ഹെഡ് വർക്ക്സ്. കനാൽ ഹെഡ് വർക്ക്സ് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് സ്റ്റോറേജ് ഹെഡ് വർക്ക് ആൻഡ് ഒന്ന് ഡൈവേർഷൻ ഹെഡ് വർക്ക്. അതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റിവർ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷന് അക്രോസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കൊടുത്തു. അത് either നമുക്ക് ഈ ഒരു ഭാഗത്ത് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടോ, വെള്ളം വെറുതെ സ്റ്റോർ ചെയ്ത് നിർത്താനാണെങ്കിൽ അതാണ് ഡാംസ്, അതിന് എക്സാമ്പിൾസ് ആണ് ഡാംസ്. അതുപോലെ അതിന് സ്റ്റോറേജ് ഹെഡ് വർക്ക്സ് എന്ന് പറയും. അതുപോലെ ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് വെള്ളത്തിനെ അതിൻ്റെ കോഴ്സിൽ നിന്ന്, നോർമൽ കോഴ്സിൽ നിന്ന് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടണമെങ്കിൽ, ഒരു കനാലിലേക്ക് നമുക്കത് ഡൈവേർട്ട് ചെയ്ത് വിടണമെങ്കിൽ നമുക്കവിടെ ഒരു ഹെഡ് ഇൻക്രീസ്, വാട്ടറിൻ്റെ ഒരു ഹെഡ് ഇൻക്രീസ് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് കൊടുക്കും. ഡൈവേർഷൻ ഹെഡ് വർക്ക്സിന് എക്സാമ്പിൾ ആണ് ബാരേജസ് എന്ന് പറയുന്ന 2 സ്ട്രക്ചേഴ്സ്. അത് ഡൈവേർഷൻ ഹെഡ് വർക്ക്സിന് എക്സാമ്പിൾ ആണ്. അത് വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്ത് ഓഫ് ടേക്കിംഗ് കനാൽസിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാനും. സ്റ്റോറേജ് ഹെഡ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു റിവറിൻ്റെ കോഴ്സിൽ നമ്മൾ അക്രോസ് ആയിട്ട് കെട്ടുന്ന സ്ട്രക്ചേഴ്സ് ഫോർ സ്റ്റോറേജ്, വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മൾ കെട്ടുന്നത് തന്നെയാണ് ഡാം എന്ന് പറയുന്നത്. അത് 2 ടൈപ്സ്. ഇനി ടൈപ്സ് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് നമുക്ക് നോക്കാം. നമ്മൾ വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ് നമ്മൾ പറഞ്ഞു വേറും ബാരേജസ് ആണെന്ന്. അത് 2 ടൈപ്സ് ഉണ്ട്. ടെമ്പററി ഡൈവേർഷൻ ഹെഡ് വർക്കും പെർമനന്റ് ഡൈവേർഷൻ ഹെഡ് വർക്കും. ടെമ്പററി ഡൈവേർഷൻ ഹെഡ് വർക്ക്സിൽ വരുന്നതാണ് സ്പർസ് അല്ലെങ്കിൽ ബൺസ്. ഇത് ഒരു ടെമ്പററി സ്ട്രക്ചേഴ്സ് ആണ്. ഇത് ഓൾമോസ്റ്റ് നമ്മൾ എവറി ഇയർ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. എവറി ഇയർ ഫ്ലഡിൻ്റെ ടൈമിൽ ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. ഫ്ലഡ് വരുമ്പോൾ അതിന് ഡാമേജ്, നമ്മൾ ബൺസ് ഒക്കെ കെട്ടിയിട്ടുണ്ടാവും. ടെമ്പററി ആയിട്ട് നമ്മൾ വെള്ളത്തിനെ ഫീൽഡ് ചാനലിലേക്കൊക്കെ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ബൺസ് കെട്ടും. നമ്മൾ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ബൺസ് കെട്ടുന്നത് അല്ലെങ്കിൽ സ്പർസ് എന്ന് പറയാം. ടെമ്പററി ആയിട്ട് കെട്ടുന്നത്, അതൊരു ഫ്ലഡൊക്കെ വന്നാൽ അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ ആ ബൺസൊക്കെ
നശിച്ചു പോവും. അപ്പോൾ വീണ്ടും അത് കെട്ടേണ്ടി വരും. അപ്പോൾ എവറി ഇയർ ഒരു കൺസ്ട്രക്ഷൻ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടത്തണം. അതിനെയാണ് നമ്മൾ ടെമ്പററി ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയാം. ടെമ്പററി ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് സ്പേർസ് ഓർ ബൺസ്. ബൺസ് നമ്മൾ ഫീൽഡിലൊക്കെ കാണുന്ന പോലെ ഫീൽഡ് ചാനലിൽ നിന്ന് വെള്ളം തിരിച്ചു വിടാനൊക്കെ നമ്മൾ ബണ്ടുകൾ കെട്ടിക്കൊടുക്കും. അത് ഓൾമോസ്റ്റ് എവറി ഇയർ കൺസ്ട്രക്ട് ചെയ്യണം. കാരണം അത് ഹെവി റെയിൻഫോളോ ഫ്ലഡ്സ് ഒക്കെ കാരണം അത് നശിച്ചു പോവാവുന്നതാണ്. അപ്പൊ ഇനി വരുന്ന ഒരു കേസാണ് പെർമനന്റ് ഡൈവേർഷൻ ഹെഡ് വർക്ക്. അതിൽ വരുന്നതാണ് വെയേഴ്സ്, ബാരേജസ് എന്ന് പറഞ്ഞ സ്ട്രക്ചേഴ്സ്. ഇത് പെർമനന്റ് ആയിട്ടുള്ള ഡൈവേർഷൻ ഹെഡ് വർക്കാണ്. ഓഫ് ടേക്കിംഗ് കനാൽസിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെർമനന്റ് ആയിട്ട് റിവറിനെ അക്രോസ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന പെർമനന്റ് സ്ട്രക്ചേഴ്സ് ആണ്, ഡൈവേർഷൻ സ്ട്രക്ചേഴ്സ് ആണ് വെയറും ബാരേജസും. നമ്മുടെ കൺട്രിയിലെ മോസ്റ്റ് ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കനാൽ സിസ്റ്റം ഹാവ് ദീസ് ടൈപ്സ് ഓഫ് വെയർസ് ഓർ ബാരേജസ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കനാൽ സിസ്റ്റത്തിലൊക്കെ ഈ പെർമനന്റ് ഡൈവേർഷൻ വർക്ക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കനാൽ ഹെഡ് വർക്ക്സ് എന്താണ് അതിൻ്റെ 2 ടൈപ്സ്. സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്താണ്, ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്താണ്, അതിൻ്റെ ടൈപ്സ്. ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ടെമ്പററി ഡൈവേർഷൻ ഹെഡ് വർക്കും പെർമനന്റ് ഡൈവേർഷൻ ഹെഡ് വർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. MCQ ഒരു MCQ നോക്കാം. മെയിൻ ഫംഗ്ഷൻ ഓഫ് ഹെഡ് വർക്ക്സ് ആർ ടു റെഗുലേറ്റ് ദ ഇൻടേക്ക് ഓഫ് വാട്ടർ ഇൻ ടു ദ കനാൽ, കൺട്രോൾ സിൽറ്റ് എൻട്രി, ബോത്ത് ഓഫ് ദി എബവ്, നൺ ഓഫ് ദി എബവ്. ഇതിൻ്റെ ആൻസർ ബോത്ത് ഓഫ് ദി എബവ് ആണ്. മെയിൻ ഫംഗ്ഷൻ ഓഫ് ഹെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ സിൽറ്റ് എൻട്രി കൺട്രോൾ ചെയ്തിട്ട് റെഗുലേറ്റ് ദി ഇൻടേക്ക് ഓഫ് വാട്ടർ ഇൻ ടു ദ കനാൽ, കനാലിലേക്ക് വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്ത് വിടുകയും ഒപ്പം തന്നെ സിൽറ്റ് എൻട്രി കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതാണ് മെയിൻ ഫംഗ്ഷൻ ഓഫ് ഹെഡ് വർക്ക്. നമുക്ക് അടുത്തത് വെയർ എന്താണ്, ബാരേജ് എന്താണെന്ന് നോക്കാം. ഈ ആദ്യത്തെ ഫിഗറിൽ കാണുന്നതാണ് വെയർ. വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന പോലെ ഇതൊരു ഇവിടെ ഈ ഒരു സ്ട്രക്ചർ അതൊരു മേസണറി കൺസ്ട്രക്ഷൻ ആണ്. ഇതിനൊരു റേസ്ഡ് ക്രസ്റ്റ് ആണെന്ന് പറയാം. ഇറ്റ് ഈസ് എ റേസ്ഡ് ക്രസ്റ്റ് with a smaller part or nil part of it is achieved by the shutters. ഇതിൽ അങ്ങനെ നമുക്ക് ഷട്ടേഴ്സ് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു മേസണറി കൺസ്ട്രക്ഷൻ, ഒരു റേസ്ഡ് ക്രസ്റ്റ് നമ്മൾ കൊടുക്കും. ഈ ഫിഗറിൽ കാണുന്ന പോലെ ഷട്ടേഴ്സ് കൊടുക്കുകയാണെങ്കിൽ തന്നെ അതാണ് ഒരു സ്മോളർ പാർട്ട്. ഷട്ടേഴ്സ് കൊടുക്കുകയാണെങ്കിൽ തന്നെ എബവ് ദ ക്രസ്റ്റ് ആയിരിക്കും ഷട്ടേഴ്സ് കൊടുക്കുക. ഈ ഒരു മേസണറി കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ വാട്ടറിനെ തടഞ്ഞു നിർത്തുന്നത്. ഈ ഒരു പോർഷനിൽ വാട്ടർ ഹയർ ഹെഡോട് കൂടി വാട്ടർ, ഇത് അപ്സ്ട്രീം സൈഡ് ആണ്, അപ്സ്ട്രീം സൈഡ് ആൻഡ് ഡൗൺ സ്ട്രീം സൈഡ്. ഡൗൺ സ്ട്രീം സൈഡിനേലും ഒരു ഹൈ എലിവേറ്റഡ് ഹെഡ് നമുക്ക് അപ്സ്ട്രീം സൈഡ് റിവറിൽ കാണാൻ സാധിക്കും. അത് ഈ വേറെ നമ്മൾ റിവറിന്റെ ക്രോസ് കെട്ടി അവിടുത്തെ വെള്ളം നമ്മളൊരു ഹൈ ഹെഡ് അവിടെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കനാലിലേക്ക്, ഈ അപ്സ്ട്രീം സൈഡിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കനാൽസിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാം. അപ്പോൾ ഈ വെയർ it is a raised crust and a smaller part or nil part of it is achieved by the shutters. ഇതിന് വെയേഴ്സിന് മോസ്റ്റ്ലി ഷട്ടേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ഉണ്ടെങ്കിലും ഇറ്റ് വിൽ ബി above the crest. പക്ഷേ ഈ റേസ്ഡ് ക്രസ്റ്റ് പോർഷൻ ആണ് ഈ വാട്ടറിനെ തടഞ്ഞു നിർത്താനായിട്ട് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഷട്ടേഴ്സ് ഇതിൽ ഒരു മേജർ റോള് പ്ലേ ചെയ്യുന്നില്ല. വാട്ടറിന്റെ പോണ്ടിങ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റേസ്ഡ് ക്രസ്റ്റ് ആണ് വെയേഴ്സിൽ വെള്ളത്തിനെ തടഞ്ഞു നിർത്തുന്നത്. ഓൺ ദി അതർ ഹാൻഡ് ഇതുപോലെ ഷട്ടേഴ്സ് കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ ബാരേജ് എന്ന് പറയും. അല്ലെങ്കിൽ വേറൊരു പേരാണ് ബാരേജസിന്റെ, ഇറ്റ് ഈസ് റിവർ റെഗുലേറ്റർ എന്ന് പറയാം. ഇതുപോലെ ഷട്ടേഴ്സ് ഉണ്ടാവും. ഇതിപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്നത് ഷട്ടേഴ്സ് ഓപ്പൺ ആയിട്ട് എല്ലാ ഷട്ടേഴ്സിൽ കൂടിയും വാട്ടർ വരുന്നതാണ് കാണുന്നത്. ഈ ഷട്ടേഴ്സ് റേസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ഇങ്ങനെ തടഞ്ഞു നിർത്താം. ഈ ഷട്ടേഴ്സ് താഴ്ത്തി കഴിയുമ്പോൾ നമുക്ക് വെള്ളം അതിലൂടെ കടന്നു പോവുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഷട്ടേഴ്സ് ആണ് അവിടെ ഒരു പോണ്ടിങ് ഉണ്ടാക്കുന്നത്. ബട്ട് ഇൻ വെയർ റേസ്ഡ് ക്രസ്റ്റ് ആണ് അവിടെ പോണ്ടിങ് ഓഫ് വാട്ടർ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ വാട്ടർ അവിടെ ഹൈ ആയിട്ട് നിർത്തുന്നത് ആ ഒരു റേസ്ഡ് ക്രസ്റ്റ് ആണെന്ന് പറയാം. പക്ഷേ ബാരേജസിന്റെ കേസിൽ ഷട്ടേഴ്സ്, ആ ഒരു ഷട്ടേഴ്സ് ലിഫ്റ്റപ്പ് ചെയ്ത് നിർത്തുന്നത് വരെ ആയിരിക്കും വെള്ളം ഉണ്ടാവുക അപ്സ്ട്രീം സൈഡിൽ. അപ്പോൾ ഷട്ടേഴ്സ് താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഷട്ടേഴ്സ് താഴ്ത്താം. അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി പോവും. ഇവിടെ ഷട്ടേഴ്സ് ഇറ്റ് ഈസ് എന്താണ് വെയറിനേലും വളരെ ഡിഫറെൻ്റ് ആയ ഒരു സ്ട്രക്ചറാണ്. ബട്ട് ഫങ്ഷൻസ് രണ്ടിൻ്റെയും സെയിം ആണ്. അപ്സ്ട്രീം സൈഡിൽ വാട്ടർ എലിവേറ്റ് ചെയ്ത് നിർത്തുക, എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ കനാൽസിലേക്കൊക്കെ ഡൈവേർട്ട് ചെയ്ത് വാട്ടർ വിടാം എന്നുള്ളതാണ്.
വെയേഴ്സ് ആൻഡ് ബാരേജസ് സ്റ്റോറേജ് ഹെഡ് വർക്ക്സ് അല്ല, ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് ആണ്. സ്റ്റോറേജ് ഹെഡ് വർക്ക്സ് നമ്മൾ പറഞ്ഞത് ഡാംസ് ആണ്. ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് ഡൈവേർട്ട് ചെയ്ത് ഓഫ് ടേക്കിംഗ് കനാൽസിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് വെയേഴ്സും ബാരേജസും. വെയേഴ്സും ബാരേജസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു MCQ നോക്കാം. ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ ബാരേജ് ഈസ് the provision of a raised crest across the river for flow irrigation. Raised crest വരുന്നത് where ആണ്. The provision of a series of gates across the river for flow irrigation. അതാണ് ഇതിന്റെ ആൻസർ. The provision of a series of gates കൊടുത്തിട്ട് ഇറിഗേഷന് വേണ്ടിയിട്ട് the provision of a series of gates across the river കൊടുക്കുകയാണെങ്കിൽ അതാണ് ബാരേജ്. ബാരേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേസ്ഡ് ക്രെസ്റ്റ് എന്ന് പറയുന്ന കേസ് വെയറിൻ്റെയാണ്. റേസ്ഡ് ക്രെസ്റ്റ് എന്ന് കൊടുക്കുന്നത് വെയറിനാണ് റേസ്ഡ് ക്രെസ്റ്റ് കൊടുക്കുന്നത്. പ്രൊവിഷൻ ഓഫ് സീരീസ് ഓഫ് ഗേറ്റ്സ് അക്രോസ് ദ റിവർ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പോണ്ടിങ് ഓഫ് വാട്ടർ ആണെങ്കിൽ അത് ബാരേജസ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പോർഷൻ നോക്കാം. ലൊക്കേഷൻ ഓഫ് കനാൽ ഹെഡ് വർക്ക്സ്. ലൊക്കേഷൻ ഓഫ് കനാൽ ഹെഡ് വർക്ക്സ് ആണ് അടുത്ത പോർഷൻ. ഈ കനാൽ ഹെഡ് വർക്ക്സ് നമ്മൾ പറഞ്ഞത് കനാൽ ഹെഡ് വർക്ക് സ്റ്റോറേജ് ഹെഡ് വർക്കും പറഞ്ഞു, ഡൈവേർഷൻ ഹെഡ് വർക്കിൽ വേറും ബാരേജ് നോക്കി. ഈ പറഞ്ഞ കനാൽ ഹെഡ് വർക്ക്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സ്റ്റേജസ് ഓഫ് ദ റിവർ, ഇതിനെ സ്റ്റേജസ് ഓഫ് ദ റിവർ പഠിക്കുകയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഈ കനാൽ ഹെഡ് വർക്ക്സ് എവിടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അതിന്റെ ലൊക്കേഷൻ നമ്മൾ സ്റ്റേജസ് ഓഫ് ദ റിവർ പഠിച്ചുകൊണ്ട് നോക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ആണ് റോക്കി സ്റ്റേജ് ഓർ ഹില്ലി സ്റ്റേജ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഹില്ലാണെങ്കിൽ ഹില്ലിന്നായിരിക്കും ആദ്യത്തെ ഒറിജിൻ, റിവറിന്റെ ഒറിജിൻ. അപ്പോൾ ഈ ഒരു ആദ്യത്തെ സ്റ്റേജിനെ പറയുന്നത് റോക്കി സ്റ്റേജ് ഓർ ഹില്ലി സ്റ്റേജ് എന്നാണ്. ഇവിടെ റിവേഴ്സ് നാരോ ആയിരിക്കും. ഇവിടെ റിവേഴ്സ് നാരോ റിവേഴ്സ് ആയിരിക്കും. ആ ഒരു അതുപോലെ ബെഡ് സ്ലോപ്പ് ഹൈ ആയിരിക്കും. വെലോസിറ്റീസ് ഓൾസോ ഹൈ ആയിരിക്കും. ആ ഒരു ബെഡ് സ്ലോപ്പ് ഹൈ ആവുമ്പോൾ തന്നെ അവിടുന്ന് വാട്ടറിന്റെ വെലോസിറ്റി ഹൈ ആയിരിക്കും. നാരോ റിവേഴ്സ് ആയിരിക്കും. റിവേഴ്സ് ആ ഒരു റോക്കി സ്റ്റേജ് ഓർ ഹില്ലി സ്റ്റേജിലുള്ള റിവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. നാരോ റിവർ ആയിരിക്കും. വെലോസിറ്റി സ്റ്റീപ്പ് സ്ലോപ്പ് ആയ കാരണം വെലോസിറ്റി ഹൈ ആയിരിക്കും. ഇവിടുത്തെ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയാം. ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നെയ്തർ സ്കോറിംഗ് നോർ സിൽറ്റിംഗ്. സ്കോറിങ്ങും സിൽറ്റിങ്ങും നടക്കാത്ത വെലോസിറ്റിനെ നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി ഹൈ ആയിരിക്കും ക്രിട്ടിക്കൽ വെലോസിറ്റി ആയാലും, അതായത് ഇവിടെ സ്കോറിംഗ് നടക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയയിൽ കനാൽ ഹെഡ് വർക്ക്സ് കനോട്ട് ബി കൺസ്ട്രക്റ്റഡ്. ഇത്രയും ഹൈ വെലോസിറ്റിയിൽ വാട്ടർ വരുമ്പോൾ, അതുപോലെ നാരോ ആയിട്ട് വരുന്ന ബെഡ് സ്ലോപ്പ് ഹൈ, ഇവിടെ നമ്മൾക്ക് കനാൽ ഹെഡ് വർക്ക്സ് കൊടുക്കാൻ പറ്റില്ല. ഇനി അടുത്തൊരു സ്റ്റേജ് ആണ് സ്റ്റേജസ് ഓഫ് ദ റിവറിൽ അടുത്തൊരു സ്റ്റേജ് ആണ് ബൗൾഡർ സ്റ്റേജ് ഓർ മൗണ്ടേനിയസ് സ്റ്റേജ്. ബൗൾഡർ സ്റ്റേജ് ഓർ മൗണ്ടേനിയസ് സ്റ്റേജ് നമ്മൾ പറയും. ഇത് ഹില്ലിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന വാട്ടർ പിന്നീട് കടന്നു പോകുന്ന സ്റ്റേജ് ആണ് ബൗൾഡർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവർ പിന്നീട് കടന്നു പോകുന്ന ഒരു സ്റ്റേജ് ആണ് ബൗൾഡർ സ്റ്റേജ്. ഇവിടെ റോക്കി സ്റ്റേജിനേലും നമുക്ക് കാണാവുന്നതാണ്, കുറച്ചും കൂടെ വൈഡർ ആവും. ഇവിടുത്തെ റിവേഴ്സ് കുറച്ചുകൂടെ വൈഡർ ആയിരിക്കും, വൈഡർ ദാൻ റോക്കി സ്റ്റേജിൽ. നാരോ ആയ റിവർ കുറച്ചൊരു വൈഡർ ആവും ബൗൾഡർ സ്റ്റേജിൽ. പിന്നീട് ഇവിടെ ബെഡ് സ്ലോപ്പും വെലോസിറ്റിയും കമ്പയർഡ് ടു റോക്കി സ്റ്റേജ് കുറവായിരിക്കും. ഇവിടുത്തെ വെലോസിറ്റിയും ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി ആയിരിക്കും. ഹെൻസ് ഇവിടെയും സ്കോറിംഗ് ആണ് ഒക്കർ ചെയ്യുക. സ്ലോപ്പ് റോക്കി സ്റ്റേജിന്റെ അത്രയും ഉണ്ടാവില്ല, സ്ലോപ്പ് ഡിക്രീസസ്. ദിസ് ഇസ് സ്യൂട്ടബിൾ ഫോർ കനാൽ ഹെഡ് വർക്ക്സ്. ഇങ്ങനെ ഒരു ബൗൾഡർ സ്റ്റേജ്, ആദ്യം റോക്കി സ്റ്റേജിൽ നിന്ന് തുടങ്ങുന്ന റിവർ പിന്നെ കടന്നു പോകുന്നത് ബൗൾഡർ സ്റ്റേജ് ആണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ കനാൽ ഹെഡ് വർക്ക്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ കനാൽ ഹെഡ് വർക്ക്സ്. അടുത്തൊരു സ്റ്റേജിലൂടെ റിവർ കടന്നു പോകുന്ന സ്റ്റേജിനെയാണ് നമ്മൾ ട്രഫ് സ്റ്റേജ് ഓർ അലൂവിയൽ സ്റ്റേജ് എന്ന് പറയും. ഇതിനെ നമ്മൾ ആക്റ്റീവ് സോൺ എന്നും പറയും. ഇങ്ങനെ ഒരു മൗണ്ടനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവർ ആദ്യം പിന്നെ കടന്നു പോകുന്നത് ബൗൾഡർ സ്റ്റേജിലൂടെയാണ്. ബൗൾഡേഴ്സ് ഉണ്ടാവും, ബൗൾഡർ സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് അത് ട്രാവൽ ചെയ്ത് പോകുന്ന ഒരു സ്റ്റേജ് ആണ് അലൂവിയൽ സ്റ്റേജ്. അലൂവിയൽ സ്റ്റേജ്
അതായത് ഇങ്ങനെ ഒരു മൗണ്ടനിൽ നിന്ന് റൈസ് ചെയ്യുന്ന റിവർ ഒഴുകി ബൗൾഡർ സ്റ്റേജിലൂടെ കടന്നുപോയിട്ട് പിന്നെ സെഡിമെന്റ്സ് ഒക്കെ ഡെപ്പോസിറ്റഡ് ആയി അലൂവിയൽ പ്ലെയിൻസിലൂടെ കടന്നു പോകും. അതാണ് അലൂവിയൽ സ്റ്റേജ് എന്ന് പറയുക. ഇതിന് ആക്റ്റീവ് സോൺ എന്നാ പറയുന്നത്. കാരണം ഇവിടെ 3 ടൈപ്സ് ഓഫ് വെലോസിറ്റീസ് കാണാൻ കഴിയും. സ്കോറിംഗ് വെലോസിറ്റി, സിൽട്ടിംഗ് വെലോസിറ്റി, ക്രിട്ടിക്കൽ വെലോസിറ്റി. അലൂവിയൽ സ്റ്റേജിലെ റിവേഴ്സ് അല്ലെങ്കിൽ ട്രഫ് സ്റ്റേജിലെ റിവേഴ്സ് 3 ടൈപ്സ് ഓഫ് വെലോസിറ്റീസ് കാണിക്കും. അതാണ് സ്കോറിംഗ് വെലോസിറ്റി, സിൽട്ടിംഗ് വെലോസിറ്റി ആൻഡ് ക്രിട്ടിക്കൽ വെലോസിറ്റി. സ്കോറിംഗ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി ആണ്. അങ്ങനെയുള്ള റിവേഴ്സിന് ഡീഗ്രേഡിംഗ് റിവേഴ്സ് എന്നാണ് പറയാ. സിൽട്ടിംഗ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ലെസ് ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി ആയിരിക്കും. അങ്ങനെയുള്ള റിവേഴ്സിന് അഗ്രേഡിംഗ് റിവേഴ്സ് എന്ന് പറയും. ഇനി ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ദ റിവർ വിൽ ബി ഈക്വൽ ടു ക്രിട്ടിക്കൽ വെലോസിറ്റി. അങ്ങനെയുള്ള റിവേഴ്സിനെ നമ്മൾ സ്റ്റേബിൾ റിവേഴ്സ് എന്നും പറയും. ഈ സ്റ്റേജിലാണ് അലൂവിയൽ സ്റ്റേജ് അല്ലെങ്കിൽ ട്രഫ് സ്റ്റേജിലാണ് നമുക്ക് മിയാൻഡറിങ് എന്നൊരു ഫിനോമിനൻ, റിവേഴ്സിന്റെ മിയാൻഡറിങ് സംഭവിക്കുന്നത്. മിയാൻഡറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കർവ്സ് ഒക്കെ ആയിട്ട് റിവർ ഫ്ലോ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് മിയാൻഡറിങ് എന്ന് പറയുന്നത്. അപ്പൊ മിയാൻഡറിങ് ഓഫ് റിവർ ഒക്കേഴ്സ് ഹിയർ. ഇനി ബെസ്റ്റ് സ്റ്റേജ് ഓഫ് കനാൽ ഹെഡ് വർക്ക്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്റ്റേജ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ട്രഫ് സ്റ്റേജ് അല്ലെങ്കിൽ അലൂവിയൽ സ്റ്റേജ് ആണ് അതിന്റെ ആൻസർ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ബെസ്റ്റ് സ്റ്റേജ് ഫോർ പ്രൊവൈഡിങ് കനാൽ ഹെഡ് വർക്ക്സ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് ഒക്കെ, ബെയർ ബാരേജസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്റ്റേജ് ഫോർ കനാൽ ഹെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ട്രഫ് സ്റ്റേജ് ഓർ അലൂവിയൽ സ്റ്റേജ് ആണ്. ഇതിനെ ആക്റ്റീവ് സോൺ എന്ന് പറയും. കാരണം അവിടെ 3 ടൈപ്സ് ഓഫ് വെലോസിറ്റീസ് അലൂവിയൽ സോണിൽ കാണാൻ കഴിയും. സ്കോറിങ്ങും സിൽറ്റിങ്ങും ക്രിട്ടിക്കൽ വെലോസിറ്റീസും നമുക്ക് കാണാൻ കഴിയും. അടുത്ത സ്റ്റേജ് ആണ് ഡെൽറ്റ സ്റ്റേജ്. ഇവിടെ റിവേഴ്സ് മോർ വൈഡർ ആണ്. ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി ആണ്. അതുകൊണ്ട് ഡെൽറ്റ സ്റ്റേജിൽ സിൽട്ടിംഗ് ആണ് ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെ അലൂവിയൽ സ്റ്റേജിൽ കൂടെ ഒഴുകി വരുന്ന വാട്ടർ ഒരുപാട് സെഡിമെന്റ്സ് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഡെൽറ്റ സ്റ്റേജ്. അങ്ങനെയാണ് ഡെൽറ്റാസ് ഉണ്ടാകുന്നത്. ഇറ്റ് ഡ്രോപ്പ് ഡൗൺസ് ദ സെഡിമെന്റ് ആൻഡ് ഗെറ്റ്സ് ഡിവൈഡഡ്. ഇവിടെ ഡെൽറ്റ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ വരുന്ന റിവർ കുറെ ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ചാനൽസ് ആയിട്ട്. ഒത്തിരി സെഡിമെന്റ്സ് ഡെപ്പോസിറ്റഡ് ആയതുകൊണ്ട്, സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് കാരണം ഡെൽറ്റ സ്റ്റേജിൽ സെഡിമെന്റ് ഡെപ്പോസിറ്റ് ഹൈ ആകുന്നത് കാരണം അലൂവിയൽ പ്ലെയിനിലൂടെ ഒഴുകി വരുന്ന റിവർ ഹൈ സെഡിമെന്റ് ഡെപ്പോസിറ്റ് കാരണം റിവേഴ്സ് സ്മോൾ ചാനൽസ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഒഴുകാൻ തുടങ്ങും ഡെൽറ്റ സ്റ്റേജിൽ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ കനാൽ ഹെഡ് വർക്ക്സ്. അപ്പോൾ ഡെൽറ്റ സ്റ്റേജും റോക്കി സ്റ്റേജും നോട്ട് സ്യൂട്ടബിൾ ഫോർ കനാൽ ഹെഡ് വർക്ക്സ് ആണ്. കനാൽ ഹെഡ് വർക്ക്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ട്രഫ് സ്റ്റേജ് അല്ലെങ്കിൽ അലൂവിയൽ സ്റ്റേജ്. ട്രഫ് സ്റ്റേജ് അല്ലെങ്കിൽ അലൂവിയൽ സ്റ്റേജ് എന്ന് പറയും. അലൂവിയൽ സ്റ്റേജ് ആൻഡ് ബൗൾഡർ സ്റ്റേജ്. ബൗൾഡേഴ്സിന്റെ മുകളിലൂടെ ഒഴുകി പിന്നെ ആണ് നമ്മൾ അലൂവിയൽ സ്റ്റേജിലേക്ക് കടന്നു പോവുക. ഈ 2 സ്റ്റേജസ് ആണ് കനാൽ ഹെഡ് വർക്ക്സിന് ബെസ്റ്റ് സ്യൂട്ടബിൾ. അതിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അലൂവിയൽ സ്റ്റേജിൽ നമ്മൾ കനാൽ ഹെഡ് വർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ നമുക്ക് പറയാം. ഇനി അടുത്ത ഒരു ടേം ആണ്. അപ്പം മിയാൻഡറിങ് ഓഫ് റിവർ നമ്മൾ അലൂവിയൽ സ്റ്റേജിൽ നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മിയാൻഡറിങ് ഓഫ് റിവേഴ്സിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. മിയാൻഡറിങ് ഇങ്ങനെ ഒരു കോഴ്സാണ് റിവറിന്റെ മിയാൻഡറിങ് ഫോളോ ചെയ്യുന്നതെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ മിയാൻഡറിങ് ലെങ്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇങ്ങനെ വരുന്ന ടു കർവ്സിന്റെ അതിന്റെ ഒരു മിഡിൽ ലൈൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ അപ്പെക്സ്, 2 കർവ്സിന്റെ അപ്പെക്സ് തമ്മിലുള്ള 2 അഡ്ജസന്റ് കർവ്സിന്റെ ഇതിന്റെ ഇടയ്ക്ക് വരുന്നത് ഒരു റിവേഴ്സ് കർവ് ആണ്. അതല്ല പറയുന്നത് 2 അഡ്ജസന്റ് കർവ്സിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മിയാൻഡറിങ് ലെങ്ത്. 2 അഡ്ജസന്റ് കർവ്സ് തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് മിയാൻഡറിങ് ലെങ്ത് MA എന്ന് പറഞ്ഞാൽ. അതുപോലെ ഒരു കർവും അതിന്റെ റിവേഴ്സ് കർവും തമ്മിലുള്ള ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് മിയാൻഡറിങ് വിഡ്ത്ത്. മിയാൻഡറിങ് വിഡ്ത്ത് MB എന്ന് പറഞ്ഞാൽ, അതുപോലെ MB by MA, മിയാൻഡറിങ് വിഡ്ത്ത് ബൈ മിയാൻഡറിങ് ലെങ്ത് ഈക്വൽ ടു മിയാൻഡറിങ് റേഷ്യോ ആണ്. മിയാൻഡറിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ MB by MA, മിയാൻഡറിങ് വിഡ്ത്ത് ബൈ മിയാൻഡറിങ് ലെങ്ത്. മിയാൻഡറിങ് width by meandering length.
Meandering length ആണ് MB by MA. Meandering length equal to meandering ratio. Meandering ratio എന്ന് പറയും. അതുപോലെ അടുത്തൊരു ടേം ആണ് കട്ട് ഓഫ്. എന്താണ് കട്ട് ഓഫ് നമുക്ക് നോക്കാം. ഇതുപോലെ മിയാൻഡറിങ് ചിലപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും മിയാൻഡറിങ് സംഭവിക്കുക. ഇങ്ങനെ ഒരു കർവ് വരുമ്പോൾ ചിലപ്പോൾ അത് നിയർ ബൈ കർവ്സ് ആയി പോയിട്ട് ഇങ്ങനെ ഒരു അടുത്തടുത്തൂടെ ആ ഒരു മിയാൻഡറിങ് സംഭവിച്ചാൽ എന്താണ് പിന്നീട് ഉണ്ടാവുന്ന ഒരു സ്റ്റേജാണ് ഇതുപോലെ കുറച്ച് റിവറിന്റെ ഒരു പോർഷൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒഴുകുകയും അതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു പോർഷൻ ഒരു ലേക്ക് ചെറിയൊരു ലേക്ക് ഫോം ചെയ്യുകയും ചെയ്യും. ഇത്രയും ക്ലോസ് ആയിട്ട് മിയാൻഡറിങ് സംഭവിക്കുമ്പോൾ ഇങ്ങനെ ഒരു ലേക്സ് അടുത്ത് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ഓക്സ്ബോ ലേക്ക് എന്ന് പറയുക. ഇങ്ങനെ സംഭവിക്കുന്നതിനാണ് നമ്മൾ കട്ട് ഓഫ് എന്നും പറയുക. അന്നേരം അതിനോട് റിലേറ്റ് ചെയ്തിട്ട് കട്ട് ഓഫ് റേഷ്യോ പഠിക്കാനുണ്ട് നമുക്ക്. കട്ട് ഓഫ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കർവ്ഡ് ലെങ്ത് ABC, കർവ്ഡ് ലെങ്ത് മിയാൻഡറിങ് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു കർവ്ഡ് ലെങ്ത് ABC ഡിവൈഡഡ് ബൈ ദ സ്ട്രെയിറ്റ് പോർഷൻ AC gives cut off ratio. കട്ട് ഓഫ് റേഷ്യോ യൂഷ്വലി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതിനോട് റിലേറ്റ് ചെയ്ത ഒരു ടേം തന്നെ കട്ട് ഓഫ് റേഷ്യോനോട് റിലേറ്റ് ചെയ്ത ടേം തന്നെയാണ് ടോട്ടോസിറ്റി, വിച്ച് ഈസ് കർവ്ഡ് ലെങ്ത് അലോങ് എ ചാനൽ. കർവ്ഡ് ലെങ്ത് അലോങ് എ ചാനൽ ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ആക്സിയൽ ലെങ്ത് എന്ന് പറയും. അപ്പോൾ ഇവിടെ ABC ആണ് കർവ്ഡ് പോർഷൻ, അത് ഡിവൈഡഡ് ബൈ AC ഈസ് കട്ട് ഓഫ് റേഷ്യോ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. അതുപോലെ ടോട്ടോസിറ്റി സെയിം തന്നെയാണ്, കർവ്ഡ് ലെങ്ത് അലോങ് എ ചാനൽ ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ആക്സിയൽ ലെങ്ത്, ദാറ്റ് ഈസ് ഓൾസോ greater than 1. നമുക്ക് കുറച്ച് MCQs നോക്കാം. അഗ്രേഡിംഗ് റിവേഴ്സ് ആർ ദ റിവേഴ്സ് ദാറ്റ് ആർ. നമ്മൾ അഗ്രേഡിംഗ് നടക്കുന്നത് എവിടെയാണെന്നാണ് പറഞ്ഞത്. അഗ്രേഡിംഗ് നമ്മൾ കാണുന്നത് ട്രഫ് സ്റ്റേജ് അല്ലെങ്കിൽ അലൂവിയൽ സ്റ്റേജിലാണ് അഗ്രേഡിംഗ് ഓഫ് റിവേഴ്സ് കാണുന്നത്. അവിടെ വെലോസിറ്റി വിൽ ബി ലെസ് ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി ആവുമ്പോഴാണ് സിൽട്ടിങ് സംഭവിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അഗ്രേഡിംഗ് റിവേഴ്സ് എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അഗ്രേഡിംഗ് റിവേഴ്സ് ആർ ദ റിവേഴ്സ് ദാറ്റ് ആർ സിൽട്ടിങ്. കാരണം ഇവിടെ വെലോസിറ്റി വിൽ ബി less than critical velocity. ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞ വെലോസിറ്റി നോ സിൽട്ടിങ് നോ സ്കോറിംഗ് വെലോസിറ്റി ആണ്. അതിലും കുറഞ്ഞ ഒരു വെലോസിറ്റിയിൽ ഒഴുകുമ്പോൾ റിവേഴ്സ് ഒഴുകുമ്പോൾ അതിനെ അഗ്രേഡിക് റിവർ എന്ന് വിളിക്കും. അവിടെ സിൽട്ടിങ് ആണ് സംഭവിക്കുക, കാരണം വെലോസിറ്റി ലെസ് ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി ആയതുകൊണ്ട്. ദ മെയിൻ കോസ് ഓഫ് മിയാൻഡറിംഗ് ഈസ് ഡ്യൂ ടു. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെയിൻ കോസ് ഓഫ് മിയാൻഡറിംഗ് ഈസ് ഡ്യൂ ടു ആൻസർ എക്സ്ട്രാ ടർബുലൻസ് ജനറേറ്റഡ് ബൈ ദ എക്സസ് ഓഫ് റിവർ സെഡിമെന്റ്. നമ്മൾ പറഞ്ഞു അലൂവിയൽ സ്റ്റേജിലാണ് മിയാൻഡറിംഗ് കാണുക. മിയാൻഡറിംഗ് കാണുന്നത് ഏത് സ്റ്റേജിലാണ്? അലൂവിയൽ സ്റ്റേജ് അല്ലെങ്കിൽ ട്രഫ് സ്റ്റേജിലാണ് മിയാൻഡറിംഗ് കാണുക. അവിടെ സെഡിമെന്റ്സ് കോസ് ചെയ്യുന്ന എക്സ്ട്രാ ടർബുലൻസ്, മൗണ്ടനിൽ നിന്ന് വരുന്ന റിവർ, റോക്കി സ്റ്റേജിൽ നിന്ന് ബൗൾഡ് സ്റ്റേജിലൂടെ പാസ് ചെയ്യുന്ന റിവറിൽ സെഡിമെന്റ്സ് ഉണ്ടാവും. ആ സെഡിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ടർബുലൻസ് കാരണം ജനറേറ്റഡ് ബൈ ദ എക്സസ് ഓഫ് റിവർ സെഡിമെന്റ്സ്. അത് കാരണമാണ് ഈ മിയാൻഡറിംഗ് എന്നൊരു സംഭവം അലൂവിയൽ ഓർ ട്രഫ് സ്റ്റേജിൽ ഉണ്ടാവാൻ കാരണം. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് കടക്കാം. ലേഔട്ട് ഓഫ് ഡൈവേർഷൻ ഹെഡ്വർക്സ്. ഇപ്പോൾ ഡൈവേർഷൻ ഹെഡ്വർക്സ് വെയേഴ്സ് ആൻഡ് ബാരേജസ് ആണ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു. വെയേഴ്സ് ആൻഡ് ബാരേജസ്, വെയേഴ്സ് പോണ്ടിങ് ഓഫ് റിവർ ഉണ്ടാക്കുന്നത് ഒരു റേസ്ഡ് ക്രസ്റ്റ് കാരണമാണ്. ഷട്ടേഴ്സ് ഇല്ല, ബാരേജസിൽ ഷട്ടേഴ്സ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന ഡൈവേർഷൻ ഹെഡ്വർക്സിന്റെ കുറച്ച് അതിന്റെ പാർട്സ് അല്ലെങ്കിൽ ലേ ഔട്ട്, അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ വരുന്നതാണ് വെയർ പ്രോപ്പർ, അണ്ടേഴ്സ് ലൂയിസ്, ഡിവൈഡ് വാൾ, റിവർ ട്രെയിനിങ് വർക്ക്സ്, ഫിഷ് ലാഡർ, കനാൽ ഹെഡ് റെഗുലേറ്റർ, വെയർ ആൻസിലറി വർക്ക്സ് ലൈക്ക് ഷട്ടേഴ്സ് എക്സെട്ര, പിന്നെ സിൽറ്റ് റെഗുലേഷൻ വർക്ക്സ് ഒക്കെ ഇതിൽ വരുന്നതാണ്. കനാൽ ഹെഡ് വർക്കിന്റെ ലേ ഔട്ടാണ് ഇത്. കനാൽ ഹെഡ് വർക്ക് അല്ലെങ്കിൽ ഡൈവേർഷൻ ഹെഡ് വർക്ക്. വെയേഴ്സ് ആൻഡ് ബാരേജസിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന വെയേഴ്സ് ആൻഡ് ബാരേജസിൽ അതിൽ വരുന്ന പാർട്സ് ആണ് ഇപ്പം നമ്മൾ കണ്ടത്. അതിന്റെ ലേ ഔട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിൽ മാർജിനൽ ബണ്ട് നമ്മൾ കണ്ടു, ഗൈഡ് ബാങ്ക്സ്, അതുപോലെ ഡിവൈഡ് വാള് പറഞ്ഞു, അണ്ടേഴ്സ് ലൂയിസസ്, വെയർ പ്രോപ്പർ, അതുപോലെ ഫിഷ് ലാഡർ, കനാൽ ഹെഡ് റെഗുലേറ്റർ,
ഇത്രയും പാർട്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് മാർജിനൽ ബൺസ്? മാർജിനൽ ബൺസ് ഈ ബോത്ത് ഓഫ് ദ സൈഡ്സിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് മാർജിനൽ ബൺസ്. ഇവിടുന്ന് റിവർ ഒഴുകി വരുന്ന റിവർ ഫ്ലോന്റെ ഡയറക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഹൈ എലിവേറ്റഡ് ഭാഗത്ത് നിന്നായിരിക്കും, ചിലപ്പോൾ ഒരു മൗണ്ടേനിയസ് റീജിയനിൽ നിന്നായിരിക്കും വാട്ടർ ഒഴുകി വരുന്നത്. ഇവിടുന്ന് വാട്ടർ ഒരു മൗണ്ടേനിയസ് റീജിയനിൽ നിന്ന് വാട്ടർ ഒഴുകി വരുമ്പോൾ ഒരു ഒരു വലിയ ഹൈറ്റിൽ നിന്ന് ഒഴുകി വരുന്ന വാട്ടർ അത് ഈ ഒരു പോർഷനിലെ ഇവിടെയുള്ള ഏരിയാസിനെ എന്ത് ചെയ്യാതിരിക്കാൻ, ഫ്ലഡ് ചെയ്യാതിരിക്കാൻ, ഇവിടെയൊക്കെയുള്ള ഏരിയാസിനെ ഫ്ലഡ് ചെയ്യാതെ ആ ഒരു റിവറിനെ നമുക്ക് ട്രെയിൻ ചെയ്ത് ഈ ഒരു വെയർ പോർഷനിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വെള്ളം കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് മാർജിനൽ ബൺസ്. മാർജിനൽ ബൺസ് ഇങ്ങനെ രണ്ട് സൈഡിലും കെട്ടിക്കൊടുത്ത് ആ ഒരു ഹൈ എലിവേഷനിൽ നിന്ന് വരുന്ന വാട്ടർ അതിന്റെ താഴെയുള്ള ഏരിയാസിനെ ഫ്ലഡ് ചെയ്യാതെ ആ വാട്ടറിനെ ഗൈഡ് ചെയ്ത് ഇതിലേക്ക് ഈ ഒരു വെയർ പോർഷനിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സ്ട്രക്ചേഴ്സിനെ ആണ് നമ്മൾ മാർജിനൽ ബൺസ് എന്ന് നമ്മൾ പറയാ. മാർജിനൽ ബൺസ്. അപ്പോൾ അങ്ങനെ മാർജിനൽ ബൺസ് കെട്ടി നിർത്തുന്ന വാട്ടറിനെ ഗൈഡ് ബാങ്ക്സ്, ഈ കാണുന്നതാണ് ഗൈഡ് ബാങ്ക്സ്. ഈ ഒരു പോർഷനിൽ കാണുന്നതാണ് ഗൈഡ് ബാങ്ക്സ്. വാട്ടറിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കൊടുക്കുന്ന ഒരു കർവ്ഡ് പോർഷനാണ് ഗൈഡ് ബാങ്ക് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന വാട്ടർ ഇവിടെ വന്നിട്ട് ഇവിടെയാണ്, ഇതാണ് അപ്സ്ട്രീം സൈഡ്. ഇവിടെ വന്നിട്ട് കെട്ടി നിൽക്കും. ഈ കാണുന്നത് വെയറാണ്, വെയറിന്റെ പോർഷനാണ്. അതിൽ ഈ ഭാഗം വെയർ പ്രോപ്പർ എന്നാണ് പറയുക. ഈ ഭാഗം വെയർ പ്രോപ്പർ. ഇവിടെ ഹൈറ്റ് ഈ ഒരു റീജിയനിലും ഹൈറ്റ് വെയറിന്റെ ക്രസ്റ്റിന്റെ ഹൈറ്റ് കൂടുതലായിരിക്കും. ഹൈറ്റ് ഓഫ് വെയർ ക്രസ്റ്റ് കൂടുതലായിരിക്കും. ഹൈ വെയർ ക്രസ്റ്റ് കാണാൻ സാധിക്കും ഈ ഒരു സൈഡില്. ബട്ട് ഇവിടെ വരുന്ന ഈ ഒരു പോർഷനില് വാട്ടർ ഈ സൈഡ് ഓഫ് ദ വെയറിൽ ഇവിടെ നമുക്ക് ഡെപ്ത് ആണ് കൂടുക. ഇവിടെയുള്ള വെയർ ക്രസ്റ്റിന്റെ ഹൈറ്റ് ഇപ്പുറത്തെ റൈറ്റ് സൈഡിലുള്ളതിനേലും അപേക്ഷിച്ച് കുറവായിരിക്കും. ബട്ട് ഡെപ്ത് അവിടെ കൂടുതലായിരിക്കും. അവിടെ ഒരു പോക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് വെള്ളത്തിനെ പോണ്ട് ചെയ്ത് നിർത്തുക, അവിടെ ഒരു കെട്ടി നിർത്തുക നമ്മൾ പറയില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്ട്രക്ചറാണ് ഡിവൈഡ് വാൾ. ഈ ഡിവൈഡ് വാൾ നമ്മൾ ഏത് സൈഡിലേക്കാണോ, ഇപ്പോൾ ഈ സൈഡിലേക്കാണ് നമ്മൾ കനാൽ എടുക്കുന്നത്, ഈ ഒരു സൈഡിലേക്കാണ് കനാൽ എടുക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡിവൈഡ് വാൾസ് നമ്മൾ കൊടുക്കും. ഡിവൈഡ് വാൾസ് എന്തിനാണ്? ആ ഒരു ഈ ഏരിയയിൽ വെള്ളം വന്ന് കെട്ടി നിന്ന് സിൽറ്റ് ഡെപ്പോസിഷൻ ഒക്കെ അവിടെ നടന്ന് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഹൈ ഡെപ്ത് കൊടുക്കുന്നത്. ഹൈ ഡെപ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അവിടെ സിൽറ്റ് ഒക്കെ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ നമ്മൾ സിൽറ്റിനെ ഇജക്ട് ചെയ്യുന്ന ഡിവൈസസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സിൽറ്റ് അവിടെ സെറ്റിൽ ചെയ്ത് ക്ലിയർ വാട്ടർ ഓഫ് ടേക്കിംഗ് കനാൽസിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചറാണ് ഡിവൈഡ് വാൾ. ഇനി ഈ ഒരു സൈഡിലേക്കാണ് നമ്മൾക്ക് റിവറിനെ എടുക്കണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിവൈഡ് വാൾസ് കൊടുത്ത് അവിടെയും ഒരു പോണ്ട് ചെയ്യണം. വാട്ടർ വരുന്ന വെള്ളത്തിനെ പോണ്ട് ചെയ്ത് നിർത്തിയിട്ട് ആ ഒരു സൈഡിലേക്ക് നമുക്ക് എടുക്കാൻ കഴിയും. വെള്ളത്തിന് ആ ഒരു സൈഡിലെ ഓഫ് ടേക്കിംഗ് കനാൽസിലേക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഈ ഒരു സൈഡിലേക്കാണ് കനാല് പോകുന്നത്. അതുകൊണ്ട് ആ ഒരു സൈഡിൽ നമുക്ക് ഡിവൈഡ് വാൾ കാണാവുന്നതാണ്. ഇനി ഡിവൈഡ് വാളിൽ വരുന്ന ഒരു സ്ട്രക്ചേഴ്സ് ആണ് ഫിഷ് ലാഡേഴ്സ്. ഇതുപോലെ നമ്മൾ ഡിവൈഡ് വാളിൽ ട്രാൻസ്വേഴ്സ് ആയിട്ട് കൊടുക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഫിഷ് ലാഡേഴ്സ് എന്ന് പറയുക. ഇതിലൂടെ ഇറ്റ് അലൗസ് മൂവ്മെന്റ് ഓഫ് ഫിഷസ് ത്രൂ ദീസ് ഫിഷ് ലാഡേഴ്സ്. അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീം സൈഡിലേക്ക് ഫിഷസിന്റെ മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഫിഷ് ലാഡേഴ്സ്. അല്ലെങ്കിൽ ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഫിഷസിന് അപ്സ്ട്രീം ടു ഡൗൺ സ്ട്രീം മൈഗ്രന്റ് ഫിഷസിന് മൂവ് ചെയ്യാൻ സാധിക്കില്ല. ഇൻ സെർച്ച് ഓഫ് ഫുഡോ ഇൻ സെർച്ച് ഓഫ് ബ്രീഡിംഗ് പ്ലേസസോ മൂവ്മെന്റ് ഓഫ് ഫിഷസ് നടക്കില്ല. അതുപോലെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ വരുന്ന വെള്ളത്തിന് കെട്ടി നിർത്തുന്ന ഏരിയയിൽ ടർബുലൻസ് ഹൈ ആയിരിക്കും. അപ്പോൾ ഫിഷസിനെ മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഇല്ലെങ്കിൽ ദേ വിൽ ഡൈ. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഫിഷ് ലാഡേഴ്സ്. ഇനി
ഇവിടെ ഈ ഒരു കനാലിന്റെ ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്നതാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് പറയും. കനാൽ ഹെഡ് റെഗുലേറ്റർ നമ്മൾ കനാലിന്റെ ഹെഡിൽ കൊടുക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് പറയാ. അതുപോലെ ഈ ഒരു പോർഷൻ വെയറിന്റെ ഈ ഒരു പോർഷനിൽ അണ്ടർ സ്ലൂയിസസും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടുത്തെ ഞാൻ പറഞ്ഞു ഓൾറെഡി ഈ ഒരു പോർഷനിലെ വെയറിന് ക്രസ്റ്റ് ലെവലിൽ ലോ ആയിരിക്കും കമ്പയർഡ് ടു വെയർ പ്രോപ്പർ എന്ന് പറഞ്ഞ ഈ ഒരു സൈഡിലെ വെയറിന്റെ ക്രസ്റ്റ് ലെവലിനെ വെച്ച് നോക്കുമ്പോൾ ഈ സൈഡിലെ കനാലിന്റെ സൈഡിലെ ഡെപ്ത് കൂടുതലായിരിക്കും, ബട്ട് ക്രസ്റ്റ് ലെവല് കുറവായിരിക്കും. അപ്പോൾ ലേ ഔട്ട് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് മനസ്സിലായി. അതിൽ വരുന്ന വെയർ പ്രോപ്പർ, അണ്ടർ സ്ലൂയിസ്, ഡിവൈഡ് വാൾ, അതുപോലെ റിവർ ട്രെയിനിങ് വർക്ക്സിൽ വരുന്നതാണ് മാർജിനൽ ബണ്ട്, ഗൈഡ് ബാങ്ക് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് നമ്മൾ നോക്കി. അപ്പോൾ റിവർ ട്രെയിനിങ് വർക്ക്സിൽ വരുന്നതാണ് റിവറിനെ ട്രെയിൻ ചെയ്ത് നമ്മുടെ ആ ഒരു വെയർ പോർഷനിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് മാർജിനൽ ബണ്ട്സും ഗൈഡ് ബാങ്ക്സ് ഒക്കെ റിവർ ട്രെയിനിങ് വർക്ക്സിൽ പെട്ടതാണ്. റിവർ ട്രെയിനിങ് വർക്ക്സിൽ പെട്ടതാണ്. അതുപോലെ ഫിഷ് ലാഡർ, കനാൽ ഹെഡ് റെഗുലേറ്റർ, കനാലിന്റെ ഹെഡിൽ കൊടുക്കുന്ന റിവറിൽ നിന്ന് വാട്ടറിനെ കനാലിലേക്ക് പ്രോപ്പർ ഹെഡും സിൽറ്റ് ഫ്രീ ആയിട്ട് അലൗ ചെയ്യാനായിട്ട് കൊടുക്കുന്ന സ്ട്രക്ചറാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ. അതുപോലെ ഷട്ടർ നമ്മൾ ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. എബവ് ദ ക്രസ്റ്റ് ആണ് വെയറിൽ നമ്മൾ ഷട്ടേഴ്സ് കൊടുക്കുള്ളൂ. സിൽറ്റ് റെഗുലേഷൻ വർക്ക്സ് ഇതെല്ലാം ഡൈവേർഷൻ ഹെഡ് വർക്ക്സിന്റെ പാർട്സ് ആണ് എന്ന് നമ്മൾ നോക്കി. നമുക്ക് അടുത്ത പോർഷനിലേക്ക് മൂവ് ചെയ്യാം. അഗെയിൻ വെയേഴ്സ് ആണ്, നമ്മൾ ഓൾറെഡി നോക്കിയതാണ് വെയറും ബാരേജും. ഇറ്റ് ഈസ് ആൻ ഒബ്സ്ട്രക്ഷൻ കൺസ്ട്രക്റ്റഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോയ്ക്ക് റൈറ്റ് ആംഗിൾസിൽ പ്രൊവൈഡ് ചെയ്യുന്ന റിവറിന്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോയിന് റൈറ്റ് ആംഗിൾസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒബ്സ്ട്രക്ഷൻസ് ആണ് വെയേഴ്സ്. വാട്ടർ ലെവല് ഹൈ ആക്കിയിട്ട് വാട്ടറിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ടാണ്, കനാൽസിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ആണെന്ന് നമ്മൾ പഠിച്ചു. ഷട്ടേഴ്സ് യൂഷ്വലി ഓൺ ദ ക്രസ്റ്റ് ആണ് ഷട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. പക്ഷേ ഷട്ടേഴ്സ് ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ പോണ്ടിങ് ഓഫ് വാട്ടർ. ഷട്ടർ അല്ല വെയേഴ്സിൽ പോണ്ടിങ് ഓഫ് വാട്ടറിന് ഹെൽപ്പ് ചെയ്യുന്നത്. ബട്ട് എന്താണ് ആ ഒരു റേസ്ഡ് ക്രസ്റ്റ് പോർഷൻ ആണ് വാട്ടറിനെ പോണ്ട് ചെയ്ത് നിർത്തുന്നത്. വെയേഴ്സിന്റെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മേസൺറി വെയർ വിത്ത് വെർട്ടിക്കൽ ഡ്രോപ്പ്, റോക്ക് ഫിൽ വെയർ വിത്ത് സ്ലോപ്പിംഗ് ഏപ്രൺസ്, കോൺക്രീറ്റ് വെയർ വിത്ത് ഡൗൺ സ്ട്രീം ഗ്ലേസസ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഇത് 3 വെയേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. നമുക്ക് അടുത്ത പോർഷനിലേക്ക് മൂവ് ചെയ്യാം. റിവർ ട്രെയിനിങ് വർക്ക്സ്. ഇപ്പം നമ്മൾ പറഞ്ഞു റിവർ ട്രെയിനിങ് വർക്ക്സ് നമ്മൾ കനാൽ ഡൈവേർഷൻ ഹെഡ് വർക്ക് നോക്കിയപ്പോൾ റിവർ ട്രെയിനിങ് വർക്ക്സ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. മാർജിനൽ ബണ്ട്, ആ ഒരു റിവറിനെ ഹൈ മൗണ്ടൈനിയസ് റീജിയനിൽ നിന്ന് വരുന്ന റിവറിനെ ഗൈഡ് ചെയ്ത് ആ ഒരു ബാരേജ് റിവേഴ്സിനെ ഗൈഡ് ചെയ്ത് നിർത്തുന്ന സ്ട്രക്ചേഴ്സ്, ഗൈഡ് ചെയ്ത് വെള്ളം ഈ ഒരു അതിൻ്റെ ഒരു ലോവർ ഏരിയാസ് ഫ്ലഡ് ചെയ്യാതെ വാട്ടറിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുവരുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ മാർജിനൽ ബണ്ട്സ് എന്ന് പറയുക. പിന്നെ അവിടെ നിന്ന് നമ്മൾ അങ്ങനെ കെട്ടി നിർത്തുന്ന വാട്ടറിനെ, അങ്ങനെ ഗൈഡ് ചെയ്യുന്ന വാട്ടറിനെ അഗെയിൻ നമ്മൾ ഗൈഡ് ബാങ്ക്സ് ഉപയോഗിച്ച് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വെയറും ബാരേജും ഉള്ള ആ ഒരു ഏരിയയിലേക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ വെയറും ബാരേജസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഏരിയയിലേക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഗൈഡ് ബാങ്ക്സ് എന്ന് പറയാന്ന് പറഞ്ഞു. ഇത് ഗൈഡ് ബാങ്ക്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് റിവർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറയാ. അതിൽ നമ്മൾ നോക്കാത്തൊരു കാര്യമാണ് സ്പേഴ്സും ഗ്രോയിൻസും. അപ്പൊ ഗൈഡ് ബാങ്ക്, മാർജിനൽ ബണ്ട്, അതിൽ വരുന്ന വേറൊരു റിവർ ട്രെയിനിങ് വർക്കാണ് സ്പേഴ്സ് ഓർ ഗ്രോയിൻസ്. അപ്പോൾ ഗൈഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗൈഡ്സ് ദ പാസേജ് ഓഫ് റിവർ വാട്ടർ ത്രൂ വെയർ ഓർ ബാരേജസ്. മാർജിനൽ ബണ്ട്സ് എന്ന് പറഞ്ഞാൽ വിത്ത് കൺസ്ട്രക്ഷൻ ഓഫ് വെയർ ഓർ ബാരേജ് എന്താണ് സംഭവിക്കുക, നമ്മൾ വെയറും ബാരേജും കെട്ടുമ്പോൾ വാട്ടറിന് ഒരു അഫ്ലക്സ് ഉണ്ടാവും, ഒരു ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ എന്താണ് അതിന്റെ ലോവർ ലൈങ് ഏരിയാസ് ഫ്ലഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ലോവർ ഏരിയാസിനെ ഫ്ലഡ് ചെയ്യുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് മാർജിനൽ ബണ്ട്സ്. ഇനി സ്പർസ് എന്താണ്, നമ്മൾ ഒരു ഫ്ലോയിങ് റിവറിന്
റൈറ്റ് ആംഗിൾസിലോ അല്ലെങ്കിൽ എനി ആംഗിൾസിലോ കൊടുക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സ്പർസ് എന്ന് പറയുക. either ഇങ്ങനെ ഫ്ലോയിങ് റിവറിന് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുന്ന സ്ട്രക്ചർ, പെർപെൻഡിക്കുലറോ ഓർ അറ്റ് എനി ആംഗിളോ നമുക്ക് കൊടുക്കാം. അതിനെ പറയുന്ന ടേമാണ് സ്പേഴ്സ്. അതിൽ ഹോൾഡിംഗ് സ്പേഴ്സ് ആണ് ഇതുപോലെ പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുക, ഹോൾഡിംഗ് സ്പേഴ്സ്. ഹോൾഡിംഗ് സ്പർസ് ആണ് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് റിവർ ബാങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുന്നത്. ഹോൾഡ് ചാനൽ ഇൻ പൊസിഷൻ ആൻഡ് പ്രൊട്ടക്ട് ദ ബാങ്ക്സ്. ഈ ഒരു ബാങ്ക് ഏരിയനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് സ്പർസ് ഓർ ഗ്രോയിൻസ് എന്ന് പറയുന്നത്. അതിൽ പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുന്നതിന് ഹോൾഡിംഗ് സ്പേഴ്സ് എന്ന് പറയും. അതുപോലെ അട്രാക്റ്റിംഗ് സ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫ്ലോ ചെയ്യുന്ന റിവറിന് അപ്സ്ട്രീം സൈഡിലേക്ക്, holding spur and attracting spur, it is pointing to upstream side. ഇതാണ് upstream side of the river. ഇത് downstream side ആണ്. അപ്പോൾ pointing to the upstream side of the river നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചർ ആണ് attracting spurs. It attracts river current towards the bank. ഇവിടെ it attracts river current towards the bank, attract ചെയ്യാൻ. ഇതാണ് റിവർ ബാങ്ക്. റിവർ ബാങ്കിന്റെ ടുവേർഡ്സ് അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന, അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്പേഴ്സിനെയാണ് അട്രാക്റ്റിംഗ് സ്പേഴ്സ് എന്ന് പറയുക. ഇനി റിപ്പല്ലിംഗ് സ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് പോയിന്റിങ് ഡൗൺ സ്ട്രീം. ഇങ്ങനെയുള്ള റിവേഴ്സിന് ഡൗൺ സ്ട്രീം പോയിന്റ് ചെയ്ത ഒരു ആംഗിൾ നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ്. ഇത് നമ്മൾക്ക് ഈ ഒരു റിവർ കറണ്ടിനെ ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് ഉപകരിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആ ഒരു സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ പറയുന്നത്, ഡൗൺ സ്ട്രീം സൈഡിലേക്ക് പോയിന്റ് ചെയ്ത് കൊടുക്കുന്ന സ്ട്രക്ചേഴ്സ് നമ്മൾ പറയുന്നത് റിപ്പല്ലിംഗ് സ്പേഴ്സ് എന്നാണ്. റിപ്പല്ലിംഗ് സ്പേഴ്സ്, റിപ്പല്ലിംഗ് സ്പേഴ്സ്. അപ്പോൾ ഇതാണ് റിപ്പല്ലിംഗ് സ്പേഴ്സ്, അട്രാക്റ്റിംഗ് സ്പേഴ്സ്, ഹോൾഡിംഗ് സ്പേഴ്സ്. ഇനി ചിലപ്പോൾ ടി ടൈപ്പ് സ്പേഴ്സും കാണാവുന്നതാണ്. ടി ടൈപ്പ് സ്പേഴ്സും ഹോക്കി സ്റ്റിക്ക് പോലെ ആ ഒരു ഷേപ്പിലുള്ള സ്പേഴ്സും കാണാവുന്നതാണ്. അപ്പോൾ അതുകൂടെ അതിനകത്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പേഴ്സ് ആണ് അല്ലെങ്കിൽ ഗ്രോയിൻസ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഒരു MCQ അതിനോട് റിലേറ്റ് ചെയ്ത് നോക്കാം. ഇൻ എ റിവർ സ്പേഴ്സ് ആർ പ്രൊവൈഡഡ് ടു ട്രെയിൻ ഫ്ലോ അലോങ് എ സ്പെസിഫൈഡ് കോഴ്സ്. നമുക്ക് വേണ്ട ഒരു രീതിയിൽ റിവറിനെ ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതിപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ പറഞ്ഞ അപ്സ്ട്രീം സൈഡിലേക്ക് നിൽക്കുന്ന റിവർ, ഇറ്റ് ഈസ് ടു അട്രാക്ട് ദ കറൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്കൊരു ഓഫ് ടേക്കിംഗ് കനാൽ ഈ ഒരു റീജിയനിൽ എടുക്കണമെങ്കിൽ വരുന്ന റിവറിന്റെ കറൻസിനെ നമുക്ക് അട്രാക്ട് ചെയ്തിട്ട് ഈ ഒരു കോഴ്സിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടണമെങ്കിൽ നമുക്ക് അട്രാക്റ്റിംഗ് സ്പേഴ്സ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ ടു ട്രെയിൻ ഫ്ലോ അലോങ് എ സ്പെസിഫൈഡ് കോഴ്സ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സിലേക്ക് റിവറിന്റെ ഫ്ലോയിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാനുള്ള സ്ട്രക്ചേഴ്സ് ആണ് സ്പേഴ്സ് അല്ലെങ്കിൽ ഗ്രോയിൻസ്. ഇനി റിവർ ട്രെയിനിങ് വർക്ക് ഇസ് ജനറലി റിക്വയർഡ് വെൻ ദ റിവർ ഈസ്, എപ്പോഴാണ് നമുക്ക് റിവർ ട്രെയിനിങ് വർക്ക്സ് വേണ്ടത് എന്നാണ് ചോദ്യം. വെൻ ദ റിവർ ഈസ് ഓഫ് മിയാൻഡറിംഗ് ടൈപ്പ്. നമ്മുടെ റിവർ മിയാൻഡറിംഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പോകുന്ന ആ ഒരു കർവ് പാത്തിലൂടെ പോകുമ്പോഴാണ് നമ്മൾ റിവർ മിയാൻഡറിംഗ് എന്ന് പറയുക. അത് അലൂവിയൽ സ്റ്റേജിലാണ് കാണുക അല്ലെങ്കിൽ ട്രഫ് സ്റ്റേജിലാണ് കാണാൻ കഴിയുക. മിയാൻഡറിംഗ് ഓഫ് ദ റിവർ കാരണമാണ് നമ്മൾ റിവർ ട്രെയിനിങ് വർക്ക്സ് കൊടുക്കേണ്ടി വരിക. അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ വേറെ ഒരു ബാരേജസിലേക്ക് വാട്ടറിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് മിയാൻഡറിംഗ് റിവേഴ്സിന് നമ്മൾ റിവർ ട്രെയിനിങ് വർക്ക്സ്, ലൈക്ക് റിവർ ട്രെയിനിങ് വർക്ക്സിൽ എന്തെല്ലാം വരുന്നത്, മാർജിനൽ ഗൈഡ് ബാങ്ക്സ്, അതുപോലെ സ്പേഴ്സ് ഓർ ഗ്രോയിൻസ്, ഇതെല്ലാം കൊടുത്തിട്ട് മിയാൻഡറിംഗ് റിവേഴ്സിനെ നമ്മൾ ഗൈഡ് ചെയ്യാണ് ചെയ്യുക. ഇതിനോട് ചേർത്ത് നമുക്ക് പഠിക്കേണ്ട പോയിന്റ്സ് ആണ് അഫ്ലെക്സ് എന്താണ്, പോണ്ട് ലെവൽ എന്താണ്, പോണ്ട് ലെവൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അഫ്ലെക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റൈസ് ഇൻ ദ മാക്സിമം ഫ്ലഡ് ലെവൽ അപ്സ്ട്രീം ഓഫ് ദ വെയർ കോസ് ഡ്യൂ ടു കൺസ്ട്രക്ഷൻ ഓഫ് ദ വെയർ അക്രോസ് ദ റിവർ. നമ്മൾ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ഒരു റിവറിനെ അക്രോസ് നമ്മൾ വെയർ കെട്ടുമ്പോൾ, റിവറിനെ അക്രോസ് നമ്മളൊരു വെയർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നാച്ചുറലി ഇവിടെ ഒരു വാട്ടറിന്റെ ഹൈറ്റ് ഇവിടെ ഇൻക്രീസ് ആവും. ഇവിടെ ഒരു ഇൻക്രീസും ഈ ഭാഗത്തൊരു ഡിക്രീസ് ആണ് കാണുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആ ഇൻക്രീസ് ഇൻ റിവറിനെയാണ് നമ്മൾ അഫ്ലെക്സ് എന്ന് പറയുക. റിവറിന്റെ ആ ഒരു ഹെഡിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻ ദ അപ്സ്ട്രീം സൈഡിനെയാണ് അഫ്ലെക്സ് എന്ന് പറയുക. അത് വേണമെങ്കിൽ ഈ ഒരു ഫിഗറിൽ നമുക്ക് നോക്കാവുന്നതാണ് എന്താണ് അഫ്ലെക്സ് എന്നുള്ളത്.
ഈ ഒരു പോർഷനിൽ നമ്മൾ വെയർ തടഞ്ഞു നിർത്തുമ്പോൾ, വാട്ടറിനെ തടഞ്ഞു നിർത്തുമ്പോൾ ഡൗൺ സ്ട്രീം സൈഡിനുള്ളതിലും ഡൗൺ സ്ട്രീം സൈഡിനുള്ളതിലും കൂടുതൽ ഒരു റൈസ് ഈ ഒരു അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ലെവലിൽ കാണാം. അതാണ് നമ്മൾ അഫ്ലെക്സ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർമലി വാട്ടർ ഒഴുകുകയാണെങ്കിൽ ഈ ഒരു കോഴ്സാണ് ഫോളോ ചെയ്യുക. പക്ഷേ ഈ ഒരു വെയർ കെട്ടിയത് കാരണം ഈ ഒരു അഫ്ലെക്സ് ഇൻ ദ വാട്ടർ ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. അതിനാണ് നമ്മൾ ആ ഒരു റൈസിനെയാണ് നമ്മൾ അഫ്ലെക്സ് എന്ന് പറയാം. ഇനി എന്താണ് പോണ്ട് ലെവൽ? പോണ്ട് ലെവൽ മനസ്സിലാക്കണമെങ്കിൽ പോണ്ട് ലെവൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു റീജിയനിൽ വാട്ടർ വന്നിട്ട് നമ്മൾ ഡിവൈഡ് വാൾ, ഇങ്ങനെ ഒരു ഡിവൈഡ് വാള് ഈ ഒരു റീജിയനിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇവിടെ വരുന്ന വാട്ടർ, അതുപോലെ ഈ ഒരു ഭാഗത്തെ വെയറിന് ഡെപ്തും കൂടുതലാണ്. അപ്പോൾ പോണ്ട് ലെവലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഡെപ്ത് മോറാണ്. അപ്പോൾ ഡെപ്ത് മോറാക്കി സിൽറ്റിനെ സെറ്റിൽ ചെയ്യിച്ചിട്ട് സിൽറ്റ് ഫ്രീ വാട്ടറിനെ ഈ ഒരു ഓഫ് ടേക്കിംഗ് കനാൽസിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിവൈഡ് വാൾ കൊടുത്ത് അവിടെ ഡെപ്തും കൂട്ടി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് കെട്ടി നിൽക്കുന്ന ആ വെള്ളം, അതിനെയാണ് നമ്മൾ പോണ്ട് ലെവൽ എന്ന് പറയാം. ഈ ഒരു പോർഷൻ ഞാൻ വരയ്ക്കുകയാണ്. ഈ ഒരു പോർഷൻ വെയറിന്റെ ഈ ഒരു പോർഷൻ നമ്മൾ ഡെപ്ത് കൂട്ടി കൊടുക്കും. വെയറിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഡെപ്ത് കൂട്ടിയാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കനാൽസിലേക്ക് വെള്ളം കൊടുക്കും. ഈ ഒരു ലെവലിനെയാണ് നമ്മൾ പോണ്ട് ലെവൽ എന്ന് പറയുക. ഇവിടെ വെള്ളം നിൽക്കുന്ന ആ ഒരു ലെവൽ, വെള്ളം മേ ബി ഇത്രയും ഒരു ഹൈറ്റിൽ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ പോണ്ട് ലെവൽ, ഈ ഒരു ലെവൽ നമ്മൾ പോണ്ട് ലെവൽ എന്ന് വിളിക്കും. പോണ്ട് ലെവൽ. എന്നിട്ട് ഈ വാട്ടർ കനാലിലൂടെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുകയും ചെയ്യും. ഈ ഒരു ഡെപ്ത് കൂടിയ വെയറിന്റെ പോർഷൻ നമ്മൾ ഡിവൈഡ് വാള് കെട്ടി ഈ ഒരു ഭാഗത്ത് ഡിവൈഡ് വാള് കൊടുക്കുമ്പോൾ അതുപോലെ ഇവിടെ ഡെപ്തും കൂട്ടി കൊടുക്കുമ്പോൾ ഇവിടെ വാട്ടർ വന്ന് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ പോണ്ട് ലെവൽ എന്ന് പറയാം. The available head at the canal head regulator is therefore equal to the difference of the pond level and canal FSL. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കനാലിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ കനാലിന്റെ ഫുൾ സപ്ലൈ ലെവലും ഈ ഒരു പോണ്ട് ലെവലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കനാൽ ഹെഡ് തീരുമാനിക്കുക. കനാലിന്റെ ഹെഡ്, അവൈലബിൾ ഹെഡ് അറ്റ് ദി കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ പോണ്ട് ലെവൽ ആൻഡ് ഫുൾ സപ്ലൈ ലെവൽ ഓഫ് ദ കനാൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ പോണ്ട് ലെവലും അഫ്ലെക്സും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. കമ്പണൻസ് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്. ഡൈവേർഷൻ ഹെഡ് വർക്ക്സിലെ ബാക്കി കമ്പണൻസ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. റിവർ ട്രെയിനിങ് വർക്ക്സ് ആയ മാർജിനൽ ബൺസും ഗൈഡ് ബാങ്ക്സും സ്പേഴ്സും ഗ്രൂയിൻസും നമ്മൾ നോക്കി. ഇനി ഡൈവേർഷൻ ഹെഡ് വർക്ക്സിൽ വരുന്ന ബാക്കി കമ്പണൻസ് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണം. അണ്ടർ സ്ലൂയിസസ് ഓർ സ്കോറിംഗ് സ്ലൂയിസസ് എന്ന് പറഞ്ഞ ഭാഗമാണ്. ഞാൻ പറഞ്ഞു അണ്ടർ സ്ലൂയിസസ് വരുന്നത്, അണ്ടർ സ്ലൂയിസസ് നമുക്ക് ഇവിടുത്തെ വെയർ പോർഷനിലാണ് അണ്ടർ സ്ലൂയിസസ് കാണാൻ സാധിക്കുക. ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുന്ന വെയർ പോർഷനിലാണ് അണ്ടർ സ്ലൂയിസസ് കാണാൻ സാധിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അണ്ടർ സ്ലൂയിസ് പോർഷൻ ഓഫ് വെയർ ക്രെസ്റ്റ് ലെവൽ ലോവർ ദാൻ ദാറ്റ് ഓഫ് വെയർ പ്രോപ്പർ എന്ന് പറഞ്ഞ വെയർ പ്രോപ്പറിനേലും ക്രെസ്റ്റ് ലെവൽ ഓഫ് ദ വെയർ ഇവിടെ കുറവായിരിക്കും. ഇവിടുത്തെ വെയറിന്റെ ഹൈറ്റ്, ക്രെസ്റ്റിന്റെ ഹൈറ്റ് കുറവായിരിക്കും. ഈ ഒരു ഭാഗത്തെ അപേക്ഷിച്ച് ഹൈറ്റ് കുറവായിരിക്കും. ആ ഭാഗത്ത് കൊടുക്കുന്നതാണ് അണ്ടർ സ്ലൂയിസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ്. അതെന്താന്ന് നമുക്കൊന്ന് നോക്കാം. അണ്ടർ സ്ലൂയിസസ്, അതിനെ നമുക്ക് സ്കോറിംഗ് സ്ലൂയിസസ് എന്ന് വിളിക്കാവുന്നതാണ്. A comparatively less turbulent pocket of water is created near the canal head regulator by constructing under sluice portion of the weir. അപ്പോൾ അണ്ടർ സ്ലൂയിസ് പോർഷന്റെ അവിടെ ലെസ് ടർബുലന്റ് ആയിട്ടുള്ള വാട്ടർ പോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഒഴുകി വരുന്ന വെള്ളത്തിനെ പെട്ടെന്ന് വെയർ ഓർ ബാരേജ് കാരണം സ്റ്റോപ്പ് ചെയ്ത് നിർത്തുമ്പോൾ അവിടെ ഒരു ടർബുലൻസ് ഉണ്ടാവും. ആ ഒരു ടർബുലൻസ് കുറച്ച് വാട്ടറിനെ അവിടുത്തെ ആ ഭാഗത്ത് ഡെപ്ത് ഇൻക്രീസ് ചെയ്തിട്ട് വാട്ടറിനെ അവിടെ ലെസ് ടർബുലന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പോക്കറ്റ്സ് ആണ് അണ്ടർ സ്ലൂയിസസ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ആണ് അണ്ടർ സ്ലൂയിസ് പോർഷൻ ഉണ്ടാക്കുന്നത്. ആ ഒരു ഡെപ്ത് ഇൻക്രീസ് ചെയ്ത് നിർത്തുന്ന ആ ഒരു റീജിയനാണ് നമ്മൾ അണ്ടർ സ്ലൂയിസസ് ഓർ സ്കോറിംഗ് സ്ലൂയിസസ്, ആ പോർഷൻ ഓഫ് ദ വെയറിൽ നമ്മൾ പറയുന്നത്. ദ അണ്ടർ സ്ലൂയിസസ് ആർ ദ ഓപ്പണിംഗ്സ് പ്രൊവൈഡഡ് ഇൻ ദ വെയർ വാൾ വിത്ത് ദെയർ ക്രസ്റ്റ് അറ്റ് എ ലോ ലെവൽ. Under sluices are the openings provided in the
വെയർ വാൾ എന്നും പറയാം. ദീസ് ഓപ്പണിങ്സ് ആർ കൺട്രോൾഡ് ബൈ ഗേറ്റ്സ്. അവിടെ നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അണ്ടർ സ്ലൂയിസ് പോർഷനിൽ ഞാൻ പറഞ്ഞു ഇവിടുത്തെ വാട്ടർ ഇവിടെ ഇങ്ങനെ വാട്ടർ പെട്ടെന്ന് തന്നെ നമ്മുടെ വേറെ ഇങ്ങനെ ഒരു ഫ്ലോ ചെയ്ത് വരുന്ന വാട്ടറിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഹൈ ടർബുലൻസ് ഉണ്ടാവും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പോക്കറ്റ്സ് വിത്ത് ഗേറ്റ്സ് ഉണ്ടാക്കും. ഇവിടെ ഗേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വാട്ടറിനെ ഫ്ലോ ചെയ്യാനായിട്ട് അനുവദിക്കും. അണ്ടർ സ്ലൂയിസ് പോർഷനിലൂടെ കുറച്ച് അതിൽ ഗേറ്റ്സ് ഉണ്ടായിരിക്കും. അത് വഴി കുറച്ച് വാട്ടറിനെ ഫ്ലോ ചെയ്യാനും കൂടെ അനുവദിച്ച് അതുപോലെ ഡെപ്ത് അവിടെ ഇൻക്രീസ് ചെയ്ത് അങ്ങനെ ഗേറ്റ്സ് ത്രൂ ദ ഗേറ്റ്സ് കുറച്ച് വാട്ടർ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യാൻ അനുവദിക്കും. ഒരു കുറച്ച് വാട്ടർ ഇവിടെ നിന്ന് ഒഴുകി വരുന്ന കുറച്ച് വാട്ടറിനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുമ്പോൾ ഇവിടുത്തെ ടർബുലൻസ് കുറയും. ടർബുലൻസ് അവിടെ കുറയും. അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് അണ്ടർ സ്ലൂയിസ് ഓർ സ്കോറിംഗ് സ്ലൂയിസസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ്. ഇറ്റ് ഈസ് ഓൾവേസ് കൺസ്ട്രക്റ്റഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഓഫ് ടേക്കിംഗ് കനാൽ. നമുക്കറിയാം ഈ ഒരു ഫിഗറിൽ ഈ ഒരു ഓഫ് ടേക്കിംഗ് കനാലിന്റെ സെയിം സൈഡിലാണ് അണ്ടർ സ്ലൂയിസ് പോർഷനും കാണുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓഫ് ടേക്കിംഗ് കനാൽസിന്റെ സെയിം സൈഡിലായിരിക്കും അണ്ടർ സ്ലൂയിസ് പോർഷനും കാണുക. These under sluices also help in scoring and removing the deposited silt from the under sluice pocket and hence called scoring sluices. ഇതിനെ scoring sluices എന്ന് വിളിക്കാൻ കാരണം ആ ഒരു പോക്കറ്റ് അണ്ടർ സ്ലൂയിസ് പോക്കറ്റിലൂടെ ടർബുലൻസ് കുറച്ച് സിൽറ്റിന്റെ സെറ്റിലിങ്ങും അത് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് അതിന് സ്കോറിംഗ് സ്ലൂയിസസ് എന്നും പറയാം. Discharging capacity of the under sluices is provided as the maximum of the following. ജസ്റ്റ് അറിഞ്ഞിരിക്കുക 2 times the maximum discharge of the off taking കനാലിലൂടെ എത്ര ഡിസ്ചാർജ് ഉണ്ടോ അതിന്റെ 2 times ആണ് നമ്മുടെ ഡിസ്ചാർജിങ് കപ്പാസിറ്റി ഓഫ് അണ്ടർ സ്ലൂയിസ് കൊടുക്കുക. അല്ലെങ്കിൽ മാക്സിമം വിൻഡർ ഡിസ്ചാർജ് അല്ലെങ്കിൽ 20% ഓഫ് ദ മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജിന്റെ 20% ആണ് നമ്മൾ അണ്ടർ സ്ലൂയിസിന്റെ ഡിസ്ചാർജിങ് കപ്പാസിറ്റി ആയിട്ട് കൊടുക്കുക. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കുറച്ച് MCQs നോക്കാം. A divide wall is provided. ഡിവൈഡ് വാൾ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് ദ വെയറിന്റെ ആക്സിസിന് റൈറ്റ് ആംഗിൾ. അത് ആദ്യത്തെ ഓപ്ഷൻ തന്നെ കറക്റ്റ് ആണ്. നമുക്കറിയാം ഡിവൈഡ് വാൾ എവിടെ കൊടുക്കുക. ഇതുപോലെ വരുന്ന ഒരു റിവറിൽ ഇതുപോലെ വേറെ ഈ ഒരു രീതിയിലായിരിക്കും വേറിന്റെ ആക്സിസ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് പറയുക ഡിവൈഡ് വാൾ. To form still water pocket in front of canal head, following is constructed. To form a still water pocket, ഞാൻ പറഞ്ഞു ഈ ഒരു ഭാഗത്ത് ടർബുലൻസ് കുറച്ച് സ്റ്റിൽ വാട്ടർ പോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇതിലൂടെ കനാല് പോകുന്നുണ്ടാവും. അപ്പൊ ഇതിലേക്ക് അതിന്റെ കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ ഭാഗത്ത് ഇവിടെ ഞാൻ പറഞ്ഞു കനാലിന്റെ ഹെഡ് റെഗുലേറ്റർ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു സ്റ്റിൽ വാട്ടർ പോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കെട്ടുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡിവൈഡ് വാൾ എന്ന് വിളിക്കുക. ഫിഷ് ലാഡർ അല്ല, ഫിഷ് ലാഡർ ഡിവൈഡ് വാളിന്റെ ഒരു കമ്പോണന്റ് ആണ്. ഫിഷ് ലാഡർ ഡാമും അല്ല, ബട്ട് ഡിവൈഡ് വാൾ helps to form a still water pocket in front of canal head. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് കടക്കാം. കമ്പണൻസ് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക് തന്നെയാണ്. അതിൽ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഫിഷ് ലാഡർ. ഇത് ഞാൻ പറഞ്ഞു ഫിഷ് ലാഡർ എന്ന് പറഞ്ഞാല് ഈ കാണുന്ന ഡിവൈഡ് വാളിൽ നിന്ന്, ഇത് ഡിവൈഡ് വാളാണ്. ഡിവൈഡ് വാളിൽ നിന്ന് കാണുന്ന ട്രാൻസ്ഫർ സ്ട്രക്ചേഴ്സ് ആണ് ഫിഷ് ലാഡർ എന്ന് പറഞ്ഞു. ഇതിലൂടെ ഫിഷിന്റെ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ്. അപ്സ്ട്രീം ടു ഡൗൺ സ്ട്രീം ഓഫ് ദ റിവർ ഫിഷ് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുക. ഫിഷിന്റെ ഇൻ സെർച്ച് ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഇൻ സെർച്ച് ഓഫ് ബ്രീഡിംഗ് പ്ലേസസ് മൈഗ്രേറ്ററി ഫിഷിന് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഫിഷ് ലാഡർ. ഓൾസോ ഇവിടെ വാട്ടറിന്റെ ടർബുലൻസ് ഹൈ ആയിരിക്കും. ഒഴുകി വരുന്ന വെള്ളത്തിനെ പെട്ടെന്ന് കെട്ടി നിർത്തുമ്പോൾ ആ ഒരു ടർബുലൻസ് ഹൈ ആയിരിക്കും. അന്നേരം അവിടെ ഫിഷസ് ചത്തുപോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഫിഷ് ലാഡേഴ്സ് പ്രൊവൈഡ് ചെയ്യും ഫോർ ദ മൂവ്മെന്റ് ഓഫ് ഫിഷ്. അതാണ് ഫിഷ് ലാഡേഴ്സ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു MCQ ആണ്. ഫിഷ് ലാഡർ ഇസ് പ്രൊവൈഡഡ് ഓൺ ദ സൈഡ് ഓഫ് ഡിവൈഡ് വാൾ ആണ് ആൻസർ. on the side of divide wall. Fish ladder is provided on the side of divide wall. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് canal head regulator. എന്താണ് canal head regulator?
Structure constructed at head of an off-taking canal from the upstream of weir or barrage. അത് നമുക്കറിയാം canal head regulator എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് canal head regulator. അത് വെയറിന്റെ ഡിവൈഡ് വാൾ പോർഷന്റെ അടുത്തായിട്ടാണ് നമ്മൾ canal head regulator കൊടുക്കുക. It is divided into number of spans separated by piers. ഓക്കെ, അപ്പോൾ അതിൽ നമ്പർ ഓഫ് സ്പാൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. കനാൽ ഹെഡ് റെഗുലേറ്റർ നമ്പർ ഓഫ് സ്പാൻ ആയിട്ട് പിയേഴ്സ് വഴി അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. പ്രിഫറബിളി അലൈൻഡ് അറ്റ് 90 ഡിഗ്രി ടു 110 ഡിഗ്രി ഫോർ സ്മൂത്ത് എൻട്രി ഓഫ് വാട്ടർ. ഏതർ ഇതുപോലെ 90 ഡിഗ്രിയിൽ കൺസ്ട്രക്ഷൻ നടത്താം, അല്ലെങ്കിൽ ഇതുപോലെ ചരിച്ചിട്ട് കൺസ്ട്രക്ഷൻ നടത്താം. അപ്പോൾ 90 ഡിഗ്രി ടു 110 ഡിഗ്രി വരെ canal head regulators, the off-taking canal ആണ്. canal head regulators 90 ഡിഗ്രി ടു 110 ഡിഗ്രി വരെ അതിൻ്റെ ആംഗിൾ വാരി ചെയ്യുന്നു. ഫോർ സ്മൂത്ത് എൻട്രി ഓഫ് വാട്ടറിന് വേണ്ടിയിട്ട് അതിൻ്റെ ആംഗിൾ വാരി ചെയ്യുന്നു എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. canal head regulator regulates water supply. വാട്ടർ സപ്ലൈ എന്താണ് കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ യൂസസ്? കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ യൂസസ് ആണ് റെഗുലേറ്റ്സ് വാട്ടർ സപ്ലൈ, എൻട്രി ഓഫ് സിൽറ്റ് ഇൻ ടു ദ കനാൽ, കനാലിലേക്ക് സിൽറ്റ് വരുന്നത് തടയും. അതുപോലെ റെഗുലേറ്റ്സ് വാട്ടർ സപ്ലൈ, പ്രിവെന്റ്സ് റിവർ ഫ്ലഡ് ഫ്രം എൻട്രിങ് ദ കനാൽ. റിവറിൽ വരുന്ന ഫ്ലഡ് ഒക്കെ പെട്ടെന്ന് കനാലിലേക്ക് എൻട്രി ചെയ്യുന്നതിന് തൊട്ടും എല്ലാം പ്രിവെന്റ് ചെയ്യുന്നതാണ് കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ്. അതായത് നമുക്കൊരു ഡിസൈർഡ് ഹെഡിൽ വാട്ടർ കനാലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിൽറ്റ് ഫ്രീ വാട്ടർ കൊടുക്കാൻ ഒരു മിനിമം ഹെഡിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ ഫ്ലഡ് വാട്ടർ വന്നാലും കനാൽ ഹെഡ് റെഗുലേറ്റർ അലൗ ചെയ്യില്ല കനാലിലേക്ക്. അപ്പോൾ കനാലിൽ എപ്പോഴും ഒരു മിനിമം ഹെഡ് മെയിൻറ്റെയിൻ ചെയ്ത് സിൽറ്റ് ഫ്രീ വാട്ടർ കൊടുത്ത് വാട്ടർ സപ്ലൈ റെഗുലേറ്റ് ചെയ്യാനുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ് എന്ന് പറയാം. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു MCQ നോക്കാം. സ്ട്രക്ചർ വിച്ച് ഇസ് ബിൽഡ് to divert the river water to canal is called. കനാലിലേക്ക് റിവർ വാട്ടറിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് ഹെഡ് വർക്ക്സ്, കനാൽ ഹെഡ് വർക്ക്സ്. അടുത്ത പോർഷൻ നോക്കാം, കനാൽ ഹെഡ് റെഗുലേറ്റർ. ഇപ്പൊ നമ്മൾ പഠിച്ച കനാൽ ഹെഡ് റെഗുലേറ്റർ, കനാൽ ഹെഡ് റെഗുലേറ്റർ അതിൽ വരുന്ന കുറച്ച് കമ്പണൻസ് ആണ് ബ്രസ്റ്റ് വാൾ, സിൽറ്റ് കൺട്രോൾ ഡിവൈസസ്. സിൽറ്റ് കൺട്രോൾ ഡിവൈസസ് ഒക്കെ നമ്മുടെ കനാൽ ഹെഡ് റെഗുലേറ്ററിൽ കാണുന്ന സ്ട്രക്ചേഴ്സ് ആണ്. അതെന്താന്ന് നോക്കാം. ബ്രസ്റ്റ് വാൾ നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ആൻ RCC വാൾ. ഇറ്റ് ഈസ് ആൻ RCC വാൾ പ്രൊവൈഡഡ് ഫ്രം ദ പോണ്ട് ലെവൽ അപ് ടു high flood level of river to avoid spilling of water over canal regulator gates. Canal regulator gates ന്റെ പുറത്തേക്ക് വാട്ടർ സ്പില്ലിംഗ്, കനാൽ റെഗുലേറ്റർ ഗേറ്റ്സിന്റെ പുറത്തേക്ക് വാട്ടർ സ്പില്ലിംഗ്. നമ്മൾ പറഞ്ഞു കനാൽ റെഗുലേറ്റർ ഹെഡ്സിന്റെ അടുത്ത് തന്നെയാണ് ഒരു പോണ്ട് ലെവൽ ക്രിയേറ്റ് ചെയ്യുക. അവിടെ നിന്നാണ് ഓഫ് ടേക്കിംഗ് കനാൽസ് എടുക്കുക. ഇങ്ങനെ ഒരു ഡെപ്തിൽ അണ്ടർ സ്ലോയിസ് പോർഷൻ ഓഫ് ദ വെയർ നമ്മൾ പറഞ്ഞല്ലോ, പോണ്ട് ലെവൽ ഓഫ് വാട്ടർ ക്രിയേറ്റ് ചെയ്തിട്ട് വാട്ടർ ഓഫ് ടേക്കിംഗ് കനാൽസിലേക്ക് കൊടുക്കുക. അപ്പോൾ ഒരു സ്പില്ലിംഗ് ഓഫ് ദിസ് പോണ്ട് ലെവൽ വാട്ടർ ഓവർ ദ കനാൽ ഹെഡ് റെഗുലേറ്റർ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന RCC വാളിലാണ് ബ്രസ്റ്റ് വാൾ എന്ന് പറയാം. spans for the entire length of regulator. കനാൽ ഹെഡ് റെഗുലേറ്റർ എത്ര സ്പാനിലുണ്ടോ അത്രയും സ്പാനിൽ നമ്മൾ ഒരു ബ്രസ്റ്റ് വാൾ കൊടുക്കുന്നതിനെയാണ് ഒരു RCC വാൾ കൊടുക്കുന്നതിനെയാണ് ബ്രസ്റ്റ് വാൾ എന്ന് പറയാം. അപ്പോൾ വേറെയും കനാൽ ഹെഡ് റെഗുലേറ്ററിൽ വരുന്ന സ്ട്രക്ചേഴ്സ് ആണ് സിൽറ്റ് കൺട്രോൾ ഡിവൈസസ് എന്ന് പറയും. സിൽറ്റിന്റെ എൻട്രി കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഡിവൈസസ്. അതിൽ വരുന്നതാണ് രണ്ടെണ്ണം ഉണ്ട്, സിൽറ്റ് excluderum, silt extractor or silt ejector. Silt excluder, it is constructed on the river bed in front of the head regulator. Silt excluder എന്ന് പറഞ്ഞാൽ കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ ഫ്രണ്ടിൽ തന്നെ, കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ കൊടുക്കും നമ്മൾ സിൽറ്റ് എക്സ്ക്ലൂഡർ. സിൽറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം വാട്ടർ ബിഫോർ ഇറ്റ് എൻറ്റേഴ്സ് ദ കനാൽ. അതാണ് നമ്മൾ ആ ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ വരുന്ന റിവറിനെ ഇവിടെ ഒരു അണ്ടർസ്ലൂയിസ് പോർഷൻ ഓഫ് ദ വെയർ ഉണ്ട്, പിന്നെ ഇവിടെ ഡിവൈഡ് വാള് ഇങ്ങോട്ടേക്ക് വേറൊരു വെയർ പ്രോപ്പർ എന്ന് പറഞ്ഞ ഭാഗം ഇങ്ങോട്ട് ഈ ഒരു സൈഡിലാണ് നമ്മൾ ഓഫ് ടേക്കിംഗ് കനാൽസ് എടുക്കുക. ഇവിടെ ഹെഡ് റെഗുലേറ്റർ കൊടുക്കും. ഈ ഒരു കനാൽ ഹെഡ് റെഗുലേറ്ററിന് മുമ്പായി തന്നെ കൊടുക്കുന്ന സ്ട്രക്ചേഴ്സ് മുമ്പായിട്ട് തന്നെയാണ് നമ്മൾ ബിഫോർ ദിസ് വാട്ടർ എൻറ്റേഴ്സ് ഇൻ ടു ദ കനാൽ.
റിവറിൽ നിന്ന് വരുന്ന വാട്ടർ കനാലിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് സിൽറ്റ് എക്സ്ക്ലൂഡർ. Silt excluder. Silt is removed by silt excluder before water enters into the canal. But silt extractor or silt ejector എന്താന്ന് നോക്കാം. These devices remove the silt which has already entered the canal from the head. ഇതുപോലെ സിൽട്ട് ഇജക്ടർ ഓർ സിൽട്ട് എക്സ്ട്രാക്ടർ നമ്മൾ കൊടുക്കുന്നത് വാട്ടർ കനാലിലേക്ക് ഓൾറെഡി എൻ്റർ ചെയ്ത വാട്ടറിൽ നിന്ന് സിൽറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് സിൽട്ട് ഇജക്ടർ ഓർ സിൽട്ട് എക്സ്ക്ലൂഡർ. ഓൾറെഡി കനാലിലേക്ക് എൻ്റർ ചെയ്തതിന് സിൽറ്റ് റിമൂവൽ നടത്താൻ വേണ്ടിയിട്ടാണ് സിൽറ്റ് ഇജക്ടർ ഓർ സിൽറ്റ് എക്സ്ക്ലൂഡർ കൊടുക്കുക. ബട്ട് കനാലിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആ ഒരു സിൽറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ സിൽറ്റ് എക്സ്ക്ലൂഡർ വഴിയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. സിൽറ്റ് എക്സ്ട്രാക്ടർ ഈസ് ബെറ്റർ ദാൻ എ സിൽറ്റ് എക്സ്ക്ലൂഡർ. സിൽറ്റ് എക്സ്ക്ലൂഡർ എന്ന് പറഞ്ഞാൽ കനാലിലേക്ക് വെള്ളം കടന്നതിന് ശേഷമാണ് സിൽട്ടിനെ എക്സ്ക്ലൂഡ് ചെയ്യുക. പക്ഷെ അതിലും ബെറ്റർ കനാലിലേക്ക് വെള്ളം കടക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു വെയർ പോർഷനിൽ കൊടുക്കുന്ന സിൽട്ട് എക്സ്ട്രാക്ടറാണ് നല്ലതെന്നാണ് പറയുക. കാരണം ബിക്കോസ് ദ ചാൻസസ് ഓഫ് ലെസ് ഡിസ്റ്റർബൻസ് ആൻഡ് ദാറ്റ് ഓഫ് പ്രൊവൈഡിങ് എ സ്മൂത്ത് അപ്രോച്ച് ചാനൽ ക്യാൻ ബി ബെറ്റർ അറ്റൈൻഡ് ഇൻ എ കനാൽ റാദർ ദാൻ ഇൻ ദി റിവർ ബെഡ്. അപ്പോൾ നമ്മൾ സിൽട്ട് എക്സ്ട്രാക്ടർ ആണ് ബെറ്റർ എന്നാണ് പറയുന്നത്. ബിക്കോസ് ദ ചാൻസസ് ഓഫ് ലെസ് ഡിസ്റ്റർബൻസ് ആൻഡ് ദാറ്റ് ഓഫ് പ്രൊവൈഡിങ് എ സ്മൂത്ത് അപ്രോച്ച് ചാനൽ ക്യാൻ ബി ബെറ്റർ ഒബ്റ്റെയിൻഡ് ഇൻ എ കനാൽ റാദർ ദാൻ ഇൻ ദി റിവർ ബെഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനോട് റിലേറ്റ് ചെയ്ത് കുറച്ച് MCQs നോക്കാം. എൻട്രി ഓഫ് സിൽട്ട് ഇൻ ടു ദ കനാൽ ഈസ് കൺട്രോൾഡ് ബൈ. സിൽട്ട് ഇൻ ടു ദ കനാൽ എൻട്രി നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് സിൽട്ട് എക്സ്ട്രാക്ടേഴ്സ് ആണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. സിൽട്ട് ഇജക്ടർ ഓർ സിൽട്ട് എക്സ്ട്രാക്ടർ. സിൽട്ട് ഇജക്ടർ അല്ലെങ്കിൽ സിൽട്ട് എക്സ്ട്രാക്ടർ ആണ്. സിൽട്ട് ഇജക്ടർ ഇവിടെ ഒരു മിസ്റ്റേക്ക്. സിൽട്ട് എക്സ്ക്ലൂഡർ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. സിൽട്ട് എക്സ്ക്ലൂഡർ കൊടുക്കുന്നത് വാട്ടർ കനാലിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപാണ്. ബട്ട് സിൽട്ട് എക്സ്ട്രാക്ടർ ഓർ സിൽട്ട് ഇജക്ടർ എന്ന് അതിൻ്റെ പേരുണ്ട്. എക്സ്ട്രാക്ടർ ഓർ സിൽട്ട് ഇജക്ടർ അത് നമ്മൾ കൊടുക്കുന്നത് വാട്ടർ ഓൾറെഡി ഓഫ് ടേക്കിംഗ് കനാൽസിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം കൊടുക്കുന്ന സ്ട്രക്ചറാണ് സിൽട്ട് ഇജക്ടർ ഓർ സിൽട്ട് എക്സ്ട്രാക്ടർ. സിൽട്ട് എക്സ്ട്രാക്ടർ ആണ് ബെറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. സിൽട്ട് എക്സ്ട്രാക്ടർ ഈസ് ബെറ്റർ ദാൻ സിൽട്ട് എക്സ്ക്ലൂഡർ എന്നാണ് നമ്മൾ പറയുന്നത്. വാട്ടർ കനാലിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ സിൽട്ട് എക്സ്ക്ലൂഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് സിൽട്ട് ഇജക്ടർ അല്ലെങ്കിൽ സിൽട്ട് എക്സ്ട്രാക്ടർ നല്ലത് എന്ന് പറയാം. കാരണം കനാലിലേക്ക് എൻ്റർ ചെയ്ത വാട്ടർ ഓൾറെഡി ഒരു ലെസ് ഡിസ്റ്റർബൻസേ അതിന് ഉണ്ടാവുള്ളൂ. ആൻഡ് ലെസ് ഡിസ്റ്റർബ്ഡ് വാട്ടറിൽ നിന്ന് നമുക്ക് സിൽട്ട് എക്സ്ക്ലൂഡ് ചെയ്യാൻ സാധിക്കും. വാട്ടർ ഓൾറെഡി കനാലിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സിൽട്ട് ഇജക്ട് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ സിൽട്ട് ഇജക്ടറും സിൽട്ട് എക്സ്ട്രാക്ടറും ഈസ് ബെറ്റർ ദാൻ സിൽട്ട് എക്സ്ക്ലൂഡർ. ഓക്കെ, അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്ത MCQല് എൻട്രി ഓഫ് സിൽട്ട് ഇൻ ടു ദ കനാൽ ഈസ് കൺട്രോൾഡ് ബൈ. കനാലിലേക്ക് സിൽട്ട് എൻ്റർ ചെയ്യുന്നത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. കനാലിലേക്ക് സിൽട്ട് എൻ്റർ ചെയ്യാതെ നോക്കുന്നത് സിൽട്ട് എക്സ്ക്ലൂഡർ ആണ്. അതിൻ്റെ ആൻസർ. ഓക്കെ, സിൽട്ട് എക്സ്ക്ലൂഡർ ആണ് അതിൻ്റെ ആൻസർ. കനാലിലേക്ക് സിൽട്ട് എൻട്രി പ്രിവെന്റ് ചെയ്യുന്നത്. വെയർ പോർഷനിൽ തന്നെ വെച്ചിട്ട് കനാലിലേക്ക് സിൽട്ട് എൻട്രി കൺട്രോൾ ചെയ്യുന്നത് സിൽട്ട് എക്സ്ക്ലൂഡർ ആണ്. അതിൻ്റെ ആൻസർ. സിൽട്ട് ഇജക്ടർ എവിടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക? സിൽട്ട് ഇജക്ടർ ഈസ് പ്രൊവൈഡഡ് ഇൻ ദി കനാൽ ഇൻ ദ ഹെഡ് റീച്ച്. കനാലിലാണ് നമ്മൾ സിൽട്ട് ഇജക്ടർ അല്ലെങ്കിൽ സിൽട്ട് എക്സ്ട്രാക്ടർ. സിൽട്ട് എക്സ്ക്ലൂഡർ അല്ല, സിൽട്ട് എക്സ്ട്രാക്ടർ അല്ലെങ്കിൽ സിൽട്ട് ഇജക്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ ദ കനാൽ ഇൻ ദ ഹെഡ് റീച്ച് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രോൾസ് ദ എൻട്രി ഓഫ് സിൽട്ട് ആൻഡ് പ്രിവെന്റ് റിവർ ഫ്ലഡ്സ് ഫ്രം എൻ്ററിങ് ഇൻ ടു ദ മെയിൻ കനാൽ?
ഇതിൽ ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സിൽറ്റും റിവർ ഫ്ലഡ്സും മെയിൻ കനാലിലേക്ക് എൻ്റർ ചെയ്യാതെ നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. അത് കനാൽ ഹെഡ് വർക്ക്സ് തന്നെയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക്? ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ വേറോ ബാരേജിൻ്റെയോ പാർട്സ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ബാരേജ്, ഡിവൈഡ് വാൾ, ഹെഡ് റെഗുലേറ്റർ ഒക്കെ വേറിൻ്റെ പാർട്ടാണ്. ബട്ട് ഡിസ്ട്രിബ്യൂട്ടറി ആണ് അവിടെ ഓഡ് വൺ ഔട്ട് ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് കനാൽ മൊഡ്യൂൾസ് 3 ടൈപ്സ് ഉണ്ട്. നോൺ മോഡുലാർ ഔട്ട്ലെറ്റ്, മോഡുലാർ ഔട്ട്ലെറ്റ്സ് ഓർ റിജിഡ് മൊഡ്യൂൾസ്, അതുപോലെ സെമി മോഡുലാർ ഔട്ട്ലെറ്റ് ഓർ ഫ്ലെക്സിബിൾ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോൺ മോഡുലാർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ബോത്ത് ദ പാരന്റ് കനാൽ ആൻഡ് ഫീൽഡ് കനാൽ ഇൻഫ്ലുവൻസസ് ദ ഡിസ്ചാർജ്. ഇവിടെ നോൺ മോഡുലാർ ഔട്ട്ലെറ്റിൽ ഈ പാരന്റ് കനാലിന്റെ ഹെഡും നോൺ മോഡുലാർ ഔട്ട്ലെറ്റിൽ ഈ ഒരു പാരന്റ് കനാലിന്റെ ഹെഡും അതുപോലെ ഫീൽഡ് കനാലിലെ വാട്ടറിന്റെ ഹെഡും ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ഡിസ്ചാർജ് ത്രൂ ദിസ് മൊഡ്യൂൾസ് അല്ലെങ്കിൽ കനാൽ സ്ലൂയിസസ്. അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ നോൺ മോഡുലാർ ഔട്ട്ലെറ്റ് എന്ന് പറയും. ബോത്ത് പാരന്റ് കനാലിന്റെയും ഫീൽഡ് കനാലിന്റെയും ഹെഡ് ഇൻഫ്ലുവൻസസ് ദ ഡിസ്ചാർജ് ഓഫ് ദ കനാൽ സ്ലൂയിസ്. എക്സാമ്പിൾ ആണ് സബ്മേർജ് പൈപ്പ് ഔട്ട്ലെറ്റ്സ്. പിന്നീട് മോഡുലാർ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ റിജിഡ് മൊഡ്യൂൾസ് എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ഇസ് കോൺസ്റ്റന്റ് ഇൻ ദ കനാൽ മൊഡ്യൂൾ ഓർ കനാൽ സ്ലൂയിസസ് ആൻഡ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഹെഡ് ഓഫ് ദ പാരന്റ് കനാൽ ആൻഡ് ഫീൽഡ് കനാൽ. ഇതുപോലെ പാരന്റ് കനാലിന്റെയും ഫീൽഡ് കനാലിന്റെയും ഈ ഒരു സ്ലൂയിസിലെ ഡിസ്ചാർജിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടുത്തെ ഹെഡ് പാരന്റ് കനാലിന്റെ ഹെഡും ഫീൽഡ് കനാലിന്റെ ഹെഡും ഇവിടെയുള്ള ക്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഹെഡ് ഓഫ് ദി ഡിസ്ചാർജ് ഇൻ ദ modular outlet is independent അല്ലെങ്കിൽ in the canal module or canal sluice is independent of the head in the parent canal and field canal ആണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഗിബ്സ് മൊഡ്യൂൾ എന്ന് പറയാ. അതിനെയാണ് നമ്മൾ റിജിഡ് മൊഡ്യൂൾ അല്ലെങ്കിൽ മോഡുലാർ ഔട്ട്ലെറ്റ് എന്ന് പറയാ. എക്സാമ്പിൾ ആണ് ഗിബ്സ് മൊഡ്യൂൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു കേസാണ് സെമി മോഡുലാർ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഹെഡ് ഓഫ് ദ പാരന്റ് കനാൽ മാത്രമാണ് ഡിസ്ചാർജ് ഓഫ് ദി ഔട്ട്ലെറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ ലൈക്ക് കെനഡീസ് മൊഡ്യൂളിലുള്ളതുപോലെ അതിന് സെമി മോഡുലാർ ഔട്ട്ലെറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഔട്ട്ലെറ്റ് എന്ന് പറയും. ഇതിനോട് റിലേറ്റ് ചെയ്ത 2 ടേംസ് ആണ് ഫ്ലെക്സിബിലിറ്റിയും സെൻസിറ്റിവിറ്റിയും. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്യൂ ഓഫ് കനാൽ ഔട്ട്ലെറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കനാൽ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ കനാൽ മൊഡ്യൂൾസിലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്യൂ ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ചാനൽ അല്ലെങ്കിൽ പാരന്റ് ചാനലിന്റെ ഡിസ്ചാർജ് ആയിട്ടുള്ള റേഷ്യോ. കനാൽ ഔട്ട്ലെറ്റിൽ എത്ര റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്ചാർജ് ഉണ്ട് ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ചാനൽ അല്ലെങ്കിൽ പാരന്റ് ചാനലിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാം. ഫ്ലെക്സിബിലിറ്റി ഈക്വൽ ടു 1 ആണെങ്കിൽ അതിനെ പ്രൊപ്പോർഷണൽ ഔട്ട്ലെറ്റ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് മോഡുലാർ ഔട്ട്ലെറ്റ്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ അതുപോലെ ഫ്ലെക്സിബിലിറ്റി ലെസ് ദാൻ 1 നമ്മൾ സബ് പ്രൊപ്പോർഷണൽ ഔട്ട്ലെറ്റ് എന്നും ഫ്ലെക്സിബിലിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഹൈപ്പർ പ്രൊപ്പോർഷണൽ ഔട്ട്ലെറ്റ് എന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തൊരു ടേം ആണ് സെൻസിറ്റിവിറ്റി. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്യൂ ഓഫ് കനാൽ ഔട്ട്ലെറ്റ്. ഫ്ലെക്സിബിലിറ്റി പോലെ തന്നെ ന്യൂമറേറ്ററിലുള്ള ടേം സെയിം ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്യൂ ഓഫ് കനാൽ ഔട്ട്ലെറ്റ് ആണ് ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹെഡ്. To the rate of change of queue of distributing channel അല്ല, to the rate of change of head of the distributing channel ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതിനെ നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നു. അപ്പോൾ മോഡുലാർ ഔട്ട്ലെറ്റ്സും പിന്നെ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ആയ എന്താണ് ക്യാരിയിങ് കനാൽ എബവ് നാച്ചുറൽ ഡ്രെയിൻ, അതുപോലെ ക്യാരിയിങ് നാച്ചുറൽ ഡ്രെയിൻ എബവ് കനാൽ ആൻഡ് ഡ്രെയിൻ ആൻഡ് കനാൽ ക്രോസിംഗ് അറ്റ് ദ സെയിം ലെവൽ, അതിന് ഉപയോഗിക്കുന്ന ലെവൽ ക്രോസിങ്ങും ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ലാസ്റ്റ് പോർഷനിലേക്ക് മൂവ് ചെയ്യാം. കനാൽ ഫോൾസ്. When the available natural ground slope is steeper than the designed bed slope of the channel, the difference is adjusted by constructing vertical folds or drops in the canal bed at suitable intervals. നമ്മുടെ ഗ്രൗണ്ടിന്റെ സ്ലോപ്പ് ഹൈ ആണ്, പക്ഷെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കനാലിന്റെ ഡിസൈൻഡ് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ അത്ര ഒരു സ്റ്റീപ്പ് സ്ലോപ്പ് അല്ല. അന്നേരം നമ്മൾ കൊടുക്കുന്ന കട്ടിങ്സ് അല്ലെങ്കിൽ ഫോൾസ് ഇൻ ദ കനാൽ
falls or drops in the canal bed. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു falls or drops in the canal bedൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു falls or dropsനെയാണ് നമ്മൾ canal falls എന്ന് പറയുക. അത് നമ്മൾ പല ടൈപ്പിൽ പ്രൊവൈഡ് ചെയ്യും. It is also ഇതുപോലെ canal falls അല്ലെങ്കിൽ canal drops. It is also used to dissipate the surplus energy possessed by the falling waterന്റെ surplus ആയിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ അതിനെ ഒരു ഡിക്രീസ് വരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു canal falls ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള ഫോൾസ് ഒരു 3 ടൈപ്സ് പഠിക്കാനുണ്ട്. അതാണ് ഓഗി ഫോൾ, ഇതുപോലൊരു ഒരു എസ് ഷേപ്ഡ് കർവ്, അതായത് ഒരു കോൺവെക്സ് പോർഷൻ, ഇതിനൊരു കോൺവെക്സ് പോർഷനും ഉണ്ടാവും, അതുപോലെ ഒരു കോൺകേവ് പോർഷനും ഉണ്ടാവും, ഇതുപോലെ ഒരു കോൺകേവ് പോർഷനും ഉണ്ടാവും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഓഗി ഫോൾ എന്ന് പറയുന്നത്. ഓൾഡൻ ഡേയ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഇൻ ഗംഗ കനാൽ വാട്ടർ ഈസ് ലെറ്റ് ഡൗൺ ഗ്രാജുവലി ബൈ പ്രൊവൈഡിങ് കോൺകേവ് ആൻഡ് കോൺവെക്സ് കർവ്സ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു വാട്ടർ ഇങ്ങനെ വന്നിട്ട് ഒരു സ്ലൈഡ് ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു പെട്ടെന്ന് ഒരു ഡിക്രീസ് ഇൻ ദ ഡെപ്ത് ഉണ്ടാവും. അതിനാണ് നമ്മൾ ഡ്രോ ഡൗൺ എന്ന് പറയാം. ഡ്രോ ഡൗൺ ഇവിടെ അപ്സ്ട്രീം ലെവലിൽ നിന്ന് വളരെ ഒരു ലോവർ അതിൻ്റെ ഒരു ബെഡ് ലെവൽ ഭയങ്കരമായിട്ട് ലോ ആയി പോകും. അപ്പോൾ അതിനെ ഡ്രോ ഡൗൺ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ലൈഡ് പോലെ വാട്ടർ വന്നിട്ട് ഇവിടെ സ്കോറിംഗ് ഓഫ് ദി ബെഡും. ഇതിന് ഓഗി ഫോളിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ഇതുപോലെ ഒരു വെള്ളച്ചാട്ടം പോലെ ഭയങ്കരമായിട്ട് ഇവിടെ അങ്ങനെ ചാടി കുതിച്ച് ആ വാട്ടർ മൂവ് ചെയ്യുമ്പോൾ സ്കോറിംഗ് ഓഫ് ദി ബെഡും ഡാമേജ് ടു ദ ബെഡൊക്കെ സംഭവിക്കാം. അതാണ് ഓഗി ഫോളിന്റെ ഡിഫക്ട്സ് ആയിട്ട് നമുക്ക് പറയാം. ഇങ്ങനെ കൊടുക്കുന്ന ഫോൾസിനെയാണ് നമ്മൾ ഓഗി ഫോൾസ് എന്ന് പറയാം. ഒരു എസ് ഷേപ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ കോൺകേവ് ആൻഡ് കോൺവെക്സ് കർവ് ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന ഫോൾസ് ആണ് ഓഗി ഫോൾസ്. വേറെ ഒരെണ്ണമാണ് റാപ്പിഡ് ഫോൾസ് എന്ന് പറഞ്ഞാൽ it is suitable when a slope of the natural ground is even and long. It consists of a slope of 1 in 20 to 1 in 10 to 1 in 20 and it is expensive. ഇതുപോലെ എന്താണ് റാപ്പിഡ് ഫോൾ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് ഗ്രൗണ്ട് സ്ലോപ്പ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോൾസ് ആണ് റാപ്പിഡ് ഫോൾസ്. ഇതുപോലെ വാൾസ് കൊടുത്ത് നമ്മൾ ഈ ഒരു ഫോൾസ് ഉണ്ടാക്കുക. ഇതുപോലെ ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് ആ ഒരു സ്ലോപ്പ് കൊടുത്ത് വാട്ടറിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ റാപ്പിഡ് ഫോൾസ് എന്ന് പറയാം. 1 in 10 1 in 20 സ്ലോപ്സ് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതുപോലെ കർട്ടൻ വാൾസിന് നമ്മൾ ആ ഒരു സ്ലോപ്പിംഗ് സ്ട്രക്ചേഴ്സ് നമ്മൾ ഉണ്ടാക്കുക. അതിനെ വേറൊരു ഫിഗറിലൂടെ നമുക്ക് വേണമെങ്കിൽ കാണാം. റാപ്പിഡ് ഫോളിന്റെ ബെഡ് ഇതുപോലെ കർട്ടൻ വാൾസ് പ്രൊവൈഡ് ചെയ്ത് റാപ്പിഡ് ഫോൾസിന്റെ ബെഡ് ഇതുപോലെ നമ്മൾ കൊണ്ടുപോകും. ഇത് ഷീറ്റ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ആണ്. അപ്പോൾ ഒരുപാട് ദൂരം ഈ ഒരു സ്ലോപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതുപോലെ കർട്ടൻ വാൾസ് കൊടുക്കണം. അങ്ങനെ അതിന്മേൽ നമുക്ക് ഉണ്ടാക്കുന്ന കർട്ടൻ വാൾസ് കൊടുത്ത് അതിന്റെ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് റാപ്പിഡ് ഫോൾസ് എന്ന് പറയാ. ഇനി ട്രപ്പിസോയിഡൽ നോച്ച് ഫോൾസ് കനാൽ ഫോളിൽ ലാസ്റ്റ് ആണ് ട്രപ്പിസോയിഡൽ നോച്ച് ഫോൾസ്. അത് ഇതുപോലെ ഒരു ട്രപ്പിസോയിഡൽ പോർഷൻസ് പ്രൊവൈഡ് ചെയ്ത് വാട്ടറിനെ കൊണ്ടുപോകുന്നതിനെയാണ്. അങ്ങനെയുള്ള കനാൽ ഫോൾസിനെയാണ് നമ്മൾ ട്രപ്പിസോയിഡൽ നോച്ച് ഫോൾസ് എന്ന് പറയുക. അത് ഈ ഒരു ഫിഗറിലും കാണാവുന്നതാണ്. വാട്ടർ നോച്ചസിലൂടെ പുറത്തേക്ക് വരുന്നു. ഇതിനെയാണ് കനാൽ ഫോൾസ് എന്ന് പറയുക. നമ്മൾ ട്രപ്പിസോയിഡൽ ഷേപ്പ് പ്രൊവൈഡ് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന കനാൽ ഫോൾസ് ആണ് trapezoidal notch falls. It consists of a number of trapezoidal notches constructed in high crested wall with a smooth entrance and a flat circular lip. ഒരു ഫ്ലാറ്റ് സർക്കുലർ ലിപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. വാട്ടർ ഇവിടെ ഒരു ഫ്ലാറ്റ് സർക്കുലർ ലിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ടർ പ്രൊജക്ട്സ് ഡൗൺ സ്ട്രീം ഫ്രം ഈച്ച് നോച്ച് ടു സ്പ്രെഡ് ഔട്ട് ദ ഫോളിംഗ് ജെറ്റ്. അപ്പോൾ ഇത്രയാണ് ട്രപ്പിസോയിഡൽ നോച്ച്, റാപ്പിഡ് ഫോൾ, ഓഗി ഫോൾ, ഇങ്ങനെ കനാൽ ഫോളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കനാൽ ഹെഡ് റെഗുലേറ്റർ, റിവർ ട്രെയിനിങ് വർക്ക്സ്, അതുപോലെ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് നമ്മൾ പഠിച്ചു.
പിന്നെ ലൊക്കേഷൻ ഓഫ് കനാൽ ഹെഡ് വർക്ക്സ് പഠിച്ചു, കനാൽ ഫോൾസ് പഠിച്ചു. ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് MCQs നോക്കി, കൂടുതൽ MCQs ഇതിന്റെ ഈ ഒരു സബ്ജക്ട് ഇനി ഡാംസ് ആൻഡ് സ്പിൽവേസ് എന്ന് പറഞ്ഞ ഒരു പോർഷനും കൂടെ ഉള്ളൂ. മേ ബി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ഫിനിഷ് ആവും. അതിനുശേഷം അടുത്തൊരു സബ്ജക്ട്സ് സ്റ്റാർട്ട് ചെയ്യും. അതോടൊപ്പം ഈ ഫിനിഷ് ചെയ്ത സബ്ജക്ട്സിന്റെ മോർ MCQസും ഉണ്ടാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കാരണം എന്നാൽ മാത്രമാണ് ഞാൻ അടുത്തിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.